ആ സ്പാർക്ക് വന്നത് അവിടെയാണ്. ഹാപ്പിനെസ്, ഏറ്റവും ഹാപ്പിനെസ് ഏത് ഇതിലോട്ട് വന്നപ്പോൾ അപ്പോഴത്തേക്കും ഈ ഒരു ഓൺട്രപ്രണർഷിപ്പ് എന്നുള്ള തോട്ട് എനിക്ക് വരാൻ തുടങ്ങി. ബി ദ ചേഞ്ച് you want to see in the world. He just said me on my face, Rupesh, I can't even imagine. That was the downfall of my life, I would say. Evada kandalu, give them at least a good smile. ഹലോ എവരി വൺ, ഇന്ന് നമ്മൾ ഇൻസൈഡ് വിത്തിൻ പോർട്ടിൻ്റെ 2ാമത്തെ എപ്പിസോഡ് ഷൂട്ട് ചെയ്യുകയാണ്. വളരെ സ്പെഷ്യലായിട്ടുള്ള ഒരു ഗസ്റ്റിനെയാണ് ഇന്ന് നമുക്ക് കിട്ടിയിരിക്കുന്നത്. മിസ് ഷൈജ ഷനോജ്, HR റിക്രൂട്ട്മെൻറ്റ് കരിയറായി സ്റ്റാർട്ട് ചെയ്ത് ഇന്ന് ആ ഒരു മേഖലയിൽ വളരെ പ്രശസ്തമായിട്ടുള്ള ഫോർട്ടെ റിക്രൂട്ട്മെൻറ്റ് സർവീസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നൊരു കമ്പനി സ്ഥാപിച്ച് വളരെ സക്സസ്ഫുള്ളായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിത്വമാണ്. അത് കൂടാതെ തന്നെ ലോകത്തിലെ ലാർജസ്റ്റ് ബിസിനസ് കൺസൾട്ടിങ് അല്ലെങ്കിൽ ബിസിനസ് നെറ്റ്വർക്കിംഗ് അല്ലെങ്കിൽ ബിസിനസ് സപ്പോർട്ടിംഗ് ഗ്രൂപ്പായിട്ടുള്ള BNI, ഈ ഒരു സംഘടനയുടെ വളരെ സജീവമായിട്ടുള്ള ഒരു അംഗം കൂടിയാണ് മിസ് ഷൈജ ഷനോജ്. അതിൽ തന്നെ ട്രെയിനറാണ്, നിരവധി ചാപ്റ്ററുകളുടെ സപ്പോർട്ട് ഡയറക്ടേഴ്സാണ്. അങ്ങനെ ഒരുപാട് തലങ്ങളിൽ കൂടെ എക്സ്പീരിയൻസുകളും കാര്യങ്ങളൊക്കെ നമ്മോട് ഷെയർ ചെയ്യാൻ ഷൈജ മാം നമ്മുടെ കൂട്ടത്തിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ അവരുടെ ബിസിനസ്സിനെ കുറിച്ചും മാത്രമല്ല അവരുടെ ലൈഫ് എക്സ്പീരിയൻസിനെ കുറിച്ചൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമ്മളുമായിട്ട് നമുക്ക് അവരോട് ചോദിച്ച് മനസ്സിലാക്കാം. സോ ഐ ആം വെൽക്കമിങ് നിറഞ്ഞ ഹൃദയത്തോടെ, നിറഞ്ഞ സന്തോഷത്തോടുകൂടി മിസ് ഷൈജ ഷനോജ്. താങ്ക് യു മാം. Thank you so much, Rupesh. താങ്ക് യു ഫോർ കമ്മിങ് ആൻഡ് പാർട്ടിസിപ്പേറ്റിംഗ് ദിസ് ഷോ. My pleasure. ഇതൊരു വലിയൊരു അംഗീകാരമാണ് എനിക്ക്. എൻ്റെ 2ാമത്തെ എപ്പിസോഡിൽ തന്നെ ഷൈജ മാമിനെ പറ്റിയുള്ള ഒരാളെ കുറിച്ച് സംസാരിക്കാനും അവരുടെ കാര്യങ്ങൾ ചോദിച്ചറിയാനൊക്കെ. താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ് ദിസ് ഷോ. അപ്പം നമുക്ക് തുടങ്ങാം. എനിക്ക് ആദ്യം ഒരു മസിലെടുത്തും ഉണ്ടായിരുന്നു, അത് ഞാൻ വിടുവാണ്. ഓക്കെ, ഒരു തുടക്കം എന്നുള്ള രീതിയിൽ നമുക്ക് ഒരുപാട് ഒരു ഇതുണ്ടായിരുന്നു. അപ്പൊ അതിനെയൊക്കെ മാറ്റി വെച്ചുകൊണ്ട് ഷൈജ മാമിന്റെ അടുത്ത് എനിക്ക് അത്ര ഒരു മാനസികമായിട്ടുള്ളൊരു സംസാരിക്കാനുള്ളൊരു ഫ്രീഡം ഉണ്ട്. അപ്പോൾ നമുക്ക് തുടങ്ങാം. HR ആയിട്ട് കരിയർ ആയിട്ടുള്ള ഒരു വ്യക്തി, അതേ മേഖലയിൽ തന്നെ വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു സംരംഭം സ്റ്റാർട്ട് ചെയ്യുന്നു. അതിൻ്റെ കൂടെ തന്നെ ഈ BNI പോലുള്ള ഒരു ഓർഗനൈസേഷൻ സജീവമായിട്ട് പങ്കെടുക്കുന്നു. നിരവധി ചാപ്റ്ററുകൾ, ശരിക്കും എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 2 ചാപ്റ്ററുകൾ, ഏകദേശം ഒരു 120 മെമ്പേഴ്സ് വരുന്ന മെമ്പേഴ്സിനെ അവരെ എൻകറേജ് ചെയ്യുന്നു, സപ്പോർട്ട് ചെയ്യുന്നു. കൂടുതൽ ഒരു മദറാണ്, ഫാമിലി ഉണ്ട്, ഈ കാര്യങ്ങളെല്ലാം കൊണ്ടുപോകുന്നു. എങ്ങനെയാണ് ഈ ഇത്രയും തിരക്കിനിടയ്ക്ക് ഒരു ബിസിനസ് എന്ന നിലയിൽ ഷൈജ മാം എങ്ങനെയാണ് ഇതൊക്കെ കൊണ്ടു നടക്കുന്നത്? അതാണ് എനിക്കറിയേണ്ടത്. ഓക്കെ, രൂപേഷ് ചോദിച്ച ചോദ്യം എനിക്ക് ഒന്ന് പറഞ്ഞു വരികയാണെങ്കിൽ ഒരു വൈഡ് കാര്യങ്ങൾ അതിലുണ്ട്. കാരണം എന്താ വെച്ചാൽ ഒരു ഫാമിലിയുടെ കുറിച്ചും എൻ്റെ ഒരു ബിസിനസ് ആസ് എൻ ഓൺട്രപ്രണർ എന്നുള്ള ഒരു ഗ്രോത്ത്, BNI എന്നുള്ള ഓർഗനൈസേഷൻ ഒരു പാർട്ടായി വന്നത്, അതിൽ ഫൈനൽ ക്വസ്റ്റ്യൻ എങ്ങനെ ഒരു ബിസിനസ്സിലേക്ക് എത്തി എന്നുള്ള ചോദ്യത്തിന് ആദ്യം ഞാൻ ഉത്തരം പറയാം. ആക്ച്വലി ഞാൻ വളർന്നു വന്നത് ഒരു സാധാരണയായ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിലാണ്. കണ്ണൂർ മട്ടന്നൂർ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത് എൻ്റെ അച്ഛൻ ആർമി ഓഫീസറായിട്ട് റിട്ടയറായ ആളാണ്. 2 ചേച്ചിമാരുണ്ട്, അമ്മ, ഞങ്ങളടങ്ങുന്ന ഒരു കുടുംബം. സാധാരണ ഒരു മിഡിൽ ക്ലാസ്, എല്ലാവരും ഗവൺമെൻറ് ജോബും അല്ലാത്ത ജോലികളിലും, അതായത് ഒരു എംപ്ലോയ്മെൻറ്റിൽ മാത്രം നിൽക്കുന്ന ഒരു ഫാമിലിയാണ്. ഒരു ബിസിനസ്സിൻ്റെ ഒരു പാരമ്പര്യവും ഇല്ലാത്തൊരു കുടുംബമാണ്. അവിടെ നിന്നാണ് ഞാൻ പഠിച്ചു. ഗ്രാജുവേഷൻ നാട്ടിൽ നിന്ന് തന്നെ കഴിഞ്ഞു. MBA ചെയ്തത് HR-ലാണ്. അത് ബാംഗ്ലൂർ യൂണിവേഴ്സിറ്റി, ബാംഗ്ലൂർ ബേസ്ഡ് ആയിട്ട് കോളേജിൽ നിന്ന് ചെയ്യുന്നു. അത് കഴിഞ്ഞ് അവിടെ നിന്ന് ഞാൻ ഫസ്റ്റ് ഒരു ഓഫീസ് അല്ലെങ്കിൽ ഒരു ജോബിന് കയറിയത് എന്നെ പോലെ ഒരു ലേഡി നടത്തുന്ന ഒരു റിക്രൂട്ട്മെൻറ്റ് കൺസൾട്ടൻസി തന്നെയായിരുന്നു. അവിടെ നിന്ന് വന്നൊരു തോട്ട് പ്രോസസ്സ് ഉണ്ട്. സത്യത്തെ പറഞ്ഞു കഴിഞ്ഞാൽ അന്നൊരു ഓൺട്രപ്രണർഷിപ്പ് എന്നുള്ളൊരു തോട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ആ മാമിൻ്റെ വീട്ടിൻ്റെ സൈഡിലുള്ള ഒരു ഓഫീസ് റൂമിലായിരുന്നു ഓഫീസ് ഉണ്ടായത്. അപ്പോൾ അവിടെ എന്ത് സംഭവിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ രാവിലെ പോയി കഴിഞ്ഞാൽ മാം ഫുള്ള് അന്ന് ചെയ്യേണ്ട വർക്ക് മൊത്തം എന്നെ അങ്ങോട്ട് ഏൽപ്പിക്കും. മാം രാവിലെ തന്നെ പുറത്തോട്ട് അങ്ങോട്ട് പോകും. അപ്പോൾ ഞാൻ ആലോചിച്ചത് കൊള്ളാലോ, എനിക്കും അപ്പം ഇങ്ങനെയൊന്നും തുടങ്ങി കഴിഞ്ഞ് പൈസ ഉണ്ടാക്കാമല്ലോ. അവിടെ എന്താ, ഞാൻ വർക്ക് ചെയ്യുന്നു, ഞാൻ പിന്നെ റവന്യൂ ഉണ്ടാക്കുന്നു, മാമ ഫുൾ ടൈം പുറത്തു പോകുന്നു. ഇതാണ് ഞാൻ കാണുന്ന ഒരു പിക്ചർ. ഞാനതാ പറഞ്ഞത്, അന്ന് ഈ ഓൺട്രപ്രണർഷിപ്പ് ബിസിനസ് ഒന്നും തോട്ടില്ല. പക്ഷെ അത് കണ്ടപ്പോൾ ആലോചിച്ചു, എനിക്കും എന്തെങ്കിലും സ്വന്തമായിട്ട് ഇതുപോലെ ചെയ്യണം. അതായിരുന്നു അതിൻ്റെ ഒരു ബേസ് ലൈൻ എന്ന് പറയുന്നത്. അവിടെയാണ് ഇറ്റ്സ് നോട്ട്, ഞാൻ ഇപ്പോഴും പറയാം, ഒരു ഓൺട്രപ്രണർഷിപ്പ് ബിസിനസ് എന്നുള്ളൊരു കാഴ്ചപ്പാടൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ സംതിങ് ഐ വോണ്ട് ടു ഡു ഇറ്റ് മൈസെൽഫ്. അതിന്റെ ഒരു സ്പാർക്ക് എന്ന് പറയുന്ന പോയിന്റ് ആ മാം ആണ്. ബാംഗ്ലൂരാണ്. കമ്പനിയുടെ പേര് മൈൻഡ് ഷെയർ സൊല്യൂഷൻസ് എന്നാണ്. ആ മാമിന്റെ പേര് ലക്ഷ്മി മാം എന്നാണ്. ഇന്നും എൻ്റെ എല്ലാ കരിയർ അല്ലെങ്കിൽ എല്ലാ എൻ്റെ പ്രൊഫഷണലി ഉള്ള പ്രൊഫൈലിൽ ഏത് ഗ്രോത്തിനും
ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ് എപ്പോഴും ഇതവര് കാണുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഉറപ്പായിട്ടും മാം കാണണം. അതാണ് അപ്പൊ അവിടെ നിന്നും ആണ് ഈ ഒരു ആ സ്പാർക്ക് വന്നത് അവിടെയാണ്. പക്ഷെ അത് തുടങ്ങാൻ ലേറ്റർ സ്റ്റേജ് എത്തി എന്നുള്ളതാണ്. പക്ഷെ ആസ് രൂപേഷ് ആസ്ക്ഡ് വേർ ഇറ്റ് സ്റ്റാർട്ടഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദാറ്റ് സ്പാർക്ക് കെയിം ഫ്രം ദർ. അതെ അതെ, അതൊരു ഇതാണ് ഒരു ശരിക്കും പറഞ്ഞാല് നമുക്കൊരു ഏതൊരു സ്ഥലത്തും നമുക്കൊരു മെന്റർ വേണം അല്ലെ, നമുക്ക് തുടങ്ങാൻ വേണ്ടി. മാത്രമല്ല നമ്മൾ എന്തും കണ്ടിട്ടാണല്ലോ നമ്മൾ തുടങ്ങുകയും ചെയ്യുന്നത്. അപ്പൊ അത് വളരെ സക്സസ്ഫുൾ ആയിട്ട് ഇന്ന് ഇവിടെ വന്ന് നിൽക്കുന്നു. ഈ ഒരു മേഖലയിൽ എങ്ങനെയായിരുന്നു പിന്നീട് BNI വരവും കാര്യങ്ങളൊക്കെ? BNI വെരി റീസെന്റ് ജോയിൻ ചെയ്താണ്. അപ്പം അവിടുന്ന് ബാംഗ്ലൂരിൽ നിന്ന് ആ ഒരു തോട്ട് പ്രോസസ്സ് വരുന്നു. പക്ഷേ എനിവേ ഡെഫിനറ്റ്ലി ആ ഒരു ടൈം നമ്മൾ നമ്മുടെ കരിയർ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു സമയമാണ്. എനിക്ക് HR ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയില്ല, ഞാനത് പറഞ്ഞ ബിസിനസ് എന്ന് പറയുന്നത് എന്താണെന്ന് അറിയില്ല. അപ്പോൾ ഡെഫിനറ്റ്ലി ഐ വർക്ക് ദർ. ഞാൻ അവിടെ മൈൻഡ് ഷെയറിൽ ഒരു വർഷം വർക്ക് ചെയ്തു ഈ പറഞ്ഞ മാമിൻ്റെ കൂടെ. ബട്ട് വാട്ട് ഐ വുഡ് സേ ഇസ് ദാറ്റ് ആസ് ഐ സെഡ് സ്റ്റാർട്ടിങ്ങിൽ തന്നെ പറഞ്ഞ പോലെ എൻ്റെ ഒരു കരിയറിൽ ഒരു റിക്രൂട്ട്മെൻറ്റ് കമ്പനി അല്ലെങ്കിൽ ഒരു റിക്രൂട്ട്മെൻറ്റ് കൺസൾട്ടൻറ്റ് ചെയ്യേണ്ട എല്ലാ പ്രോസസ്സിലെ കൂടിയും ഞാൻ ആ ഫസ്റ്റ് ഇയറിൽ തന്നെ കടന്നു. ഇഫ് ഐ വുഡ് ഹാവ് ജോയിൻഡ് ഇൻ എ ബിഗർ കമ്പനി, ഞാൻ ആ കമ്പനിയുടെ ഒരു പാർട്ട് മാത്രമേ ആവുള്ളൂ. സിൻസ് ആസ് ഐ സെഡ് ഈ മാം മാത്രമുള്ള ഒരു ഓർഗനൈസേഷനാണ്. ഞാൻ അവിടുത്തെ ഫസ്റ്റ് എംപ്ലോയി ആണ് ഞാൻ. അപ്പോൾ മാം ഓട്ടോമാറ്റിക്കലി പുറത്ത് പോകുന്നതുകൊണ്ട് തന്നെ എൻഡ് ടു എൻഡ് വർക്കിൻ്റെ ഫുൾ സൈക്കിളിൽ എക്സ്പീരിയൻസ് എനിക്ക് ആ ഒരു ഫസ്റ്റ് ഇയറിൽ കിട്ടി. ഐ വുഡ് സേ ഈ പറഞ്ഞ സ്പാർക്ക് പോലെ തന്നെ എൻ്റെ ഒരു കരിയറിൻ്റെ ലൈങ് സ്റ്റോൺ അവിടെയാണ് കിടക്കുന്നത്. ആ നോളജ് ആണ് എനിക്ക് ഏറ്റവും കൂടുതൽ. പിന്നെ നെക്സ്റ്റ് ജോബ് ഞാൻ 1 ഇയർ കഴിയുമ്പോൾ സ്വിച്ച് ചെയ്യുന്നത് മഫോയ് മാനേജ്മെൻറ്റ് കൺസൾട്ടൻ്റ് എന്ന് പറഞ്ഞ് ഇന്ന് റാൻഡ്സ്റ്റാൻഡ് എന്നറിയപ്പെടുന്ന അന്നും ഇന്നും ഇന്ത്യയിലെയും വേൾഡിലെയും നമ്പർ 1 റിക്രൂട്ട്മെൻറ്റ് കമ്പനിയിലാണ് ഞാൻ നെക്സ്റ്റ് കരിയർ സ്റ്റാർട്ട് ചെയ്തത്. ദാറ്റ് വാസ് ഇൻ ചെന്നൈ. അവിടെ എനിക്ക് ഡയറക്റ്റ് പ്ലേസ്മെന്റ് കിട്ടുന്നു. അവിടുന്ന് ആണ് മാരേജ് വന്നു, കല്യാണം കഴിക്കുന്നു. ഓഫ് കോഴ്സ് നമ്മുടെ നമ്മുടെ പക്ഷെ ഐ വുഡ് ഓപ്പൺലി സേ ദാറ്റ് എനിക്ക് അന്നൊരു കല്യാണം എന്നുള്ള ഒരു തോട്ട് പ്രോസസ്സിലൊന്നും ആയിരുന്നില്ല ഞാൻ. എനിക്ക് അതാണ് കോൺട്രവേഴ്സ്യൽ ആക്കാൻ പറ്റും. പക്ഷെ യെസ് അഗെയിൻ നമുക്ക് പാരൻസ് ഉണ്ട്. നമ്മുടെ ഇപ്പോഴത്തെ ഒരു കാലഘട്ടമല്ല, ഐ എം ടോക്കിംഗ് അബൌട്ട് അറൌണ്ട് 18 years 19 years ബാക്ക്. അന്ന് പാരൻസിന് എന്ന് പറഞ്ഞാൽ പെൺകുട്ടികൾ പ്രത്യേകിച്ചും കല്യാണം കഴിഞ്ഞ് സെറ്റിൽ ആവുന്നുള്ള തോട്ട് പ്രോസസ്സാണ്. സോ ഐ ഓൾസോ ഗോ ഹെഡ് വിത്ത് ദാറ്റ്. അവിടുന്ന് ഒരു പ്രപ്പോസൽ വരുന്നു, കല്യാണം കഴിക്കുന്നു. എൻ്റെ ഹസ്ബൻഡ് മിസ്റ്റർ ഷനോജ് ആണ്. ഷനോജ് അന്ന് UAE ദുബായിൽ വർക്ക് ചെയ്യായിരുന്നു പ്രോജക്ട് മാനേജറായിട്ട്. ആൾ സിവിൽ എഞ്ചിനീയർ ആണ്. ഓട്ടോമാറ്റിക്കലി കല്യാണം കഴിഞ്ഞു, ഗൾഫിലോട്ട് പോകുന്നു. അവിടെയും അഗെയിൻ ഐ ജോയിൻ വിത്ത് എ കമ്പനി, പക്ക റിക്രൂട്ട്മെന്റ് കൺസൾട്ടൻസി തന്നെ. ആൻറ്റൽ ഇന്റർനാഷണൽ എന്ന് പറഞ്ഞിട്ട് ഒരു UK ബേസ്ഡ് കമ്പനി ആയിരുന്നു. അത് അവിടെ എക്സിസ്റ്റിംഗ് ഒരു ഓർഗനൈസേഷൻ ആയിരുന്നു. അവിടെ കയറി അവിടുന്ന് ഒരു 6 months വർക്ക് ചെയ്തു. ജസ്റ്റ് 6 months. അപ്പോഴത്തേക്കും ഈ ഒരു ഓൺട്രപ്രണർഷിപ്പ് എന്നുള്ള തോട്ട് എനിക്ക് വരാൻ തുടങ്ങി. അൺടിൽ ദെൻ ഐ വാസ് ലേണിംഗ് സംതിങ്. പക്ഷെ അവിടെ ആ തോട്ട് വന്നപ്പോൾ വൈ ഡോണ്ട് മീ സ്റ്റാർട്ട് സംതിങ്. അവിടെയാണ് എൻ്റെ ഫസ്റ്റ് ഒരു ഓൺട്രപ്രണർ ജേർണിയിലെ ഫസ്റ്റ് കമ്പനി ഞാൻ രജിസ്റ്റർ ചെയ്തത്. ആ കമ്പനി ഫോർട്ടേ സ്റ്റാർട്ട് ചെയ്യുന്ന അവിടെയാണ്. ബട്ട് ഐ ഡിഡ്ന്റ് ടേക്ക് അപ്പ് ആൻ ഓഫീസ് ഓർ എനിത്തിങ്. ഒരു ഫ്രീലാൻസ് ആയിട്ട് വീട്ടിൻ്റെ അകത്തിരുന്ന് UAE ഇത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നമുക്കൊരു പാർട്ട്ണർ വേണം, അവിടുത്തെ ഒരു ലോക്കൽ പാർട്ട്ണർ വേണം. അങ്ങനെ ഒരു ലോക്കൽ പാർട്ട്ണറെ കണ്ടുപിടിക്കുന്നു, കമ്പനി രജിസ്റ്റർ ചെയ്യുന്നു. ഐ ജസ്റ്റ് സ്റ്റാർട്ടഡ് ഫ്രം ദർ. പക്ഷെ ഫോർച്ചുനേറ്റ്ലി ഈ ഒരു 2 years ഓഫ് കരിയർ എക്സ്പീരിയൻസ് വെച്ചിട്ട് ദുബായിൽ പോയിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടും ദാറ്റ് വാസ് പ്രോബബ്ലി എ ഗുഡ് കിക്ക് സ്റ്റാർട്ട് ഐ ഗോട്ട്. ബിക്കോസ് ഐ ഹവ് സെർവ് ഫോർ എ കമ്പനി കോൾ ദുബായ് വേൾഡ്. അന്ന് ഇപ്പം കുറച്ച് ആ ഒരു ഇൻഫ്ലേഷനൊക്കെ വന്ന സമയത്ത് കുറച്ച് കമ്പനിയൊക്കെ താഴോട്ട് പോയി. പക്ഷെ അന്ന് ദുബായിൽ അറിയപ്പെടുന്ന ഒരു ഗ്രൂപ്പായിരുന്നു ദുബായ് വേൾഡ്. ഇറ്റ്സ് എ സെമി ഗവൺമെൻറ് ഓർഗനൈസേഷൻ. അവരുടെ അണ്ടറിൽ ഒരുപാട് കമ്പനീസ് ഉണ്ടായിരുന്നു. ഐ ഗോട്ട് ദം ആസ് എ ക്ലയൻറ്റ്. അവരുടെ ഒരു പ്രിഫേർഡ് റിക്രൂട്ട്മെന്റ് വെൻഡർ ആയിരുന്നു. അങ്ങനെ ഐ സ്റ്റാർട്ടഡ് ഇറ്റ് ഓഫ്. ആ കിക്ക് സ്റ്റാർട്ട് വാസ് സൂപ്പർബ്ലി വെൽ. അതാണ് ഫോർട്ടയുടെ സ്റ്റാർട്ട് എന്ന് പറയുന്ന പോയിന്റ്. പിന്നീട് നമ്മൾ ഇങ്ങോട്ട് വന്നു. ഇതിനെപ്പറ്റി നമുക്ക് ഒരുപാട് പറയാനുണ്ട്. അതൊരു വലിയ കഥയാണ്. അത് ഞാൻ പറഞ്ഞില്ല, അത് മേ ബി എനിക്ക് തോന്നുന്ന രൂപേഷിന്റെ ഒരു 3-4 എപ്പിസോഡ് പോഡ്കാസ്റ്റ് വേണ്ടി തീർക്കണം. അത് നമുക്ക് വലിയ രീതിയിലുണ്ട്. നമുക്ക് അതിനകത്തോട്ട് വരാം. അതിന് മുൻപ് വേറൊരു കാര്യത്തിനെ പറ്റി സംസാരിക്കാം. എങ്ങനെയുണ്ട് നമുക്ക് നോക്കാം. ഇതെങ്ങനെയാണ് സംസാരിച്ച് തുടങ്ങുന്നത്. ഈ ഒരു ഷോയിൽ കൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് വെച്ചാല് ബേസിക്കായിട്ട് എല്ലാം നമ്മൾ ആഗ്രഹിക്കുന്നത് കിട്ടണമെന്നില്ല. എന്നാലും ശരിക്കും ഇപ്പം ഒരു ബിസിനസ് തലത്തിലൂടെ നോക്കുവാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ട്രെയിനറായിട്ടോ അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ കരിയറിലൂടെ നോക്കുവാണെങ്കിലൊക്കെ ഷൈജാമം വേറൊരു തരത്തിൽ സക്സസ് എന്നുള്ളൊരു നമുക്ക് ഡിഫൈൻ ചെയ്യുന്ന രീതിയിലുള്ള സക്സസ് അല്ലേ. നമുക്ക് എല്ലാവരും സക്സസ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ വലിയ വീട്, കാറ്, കാര്യങ്ങളൊക്കെ ആയിരിക്കാം. ബട്ട് അതിന്റെ അപ്പുറത്തും വേറെയും കുറെ സക്സസ് ഉണ്ട്. നമ്മളെ ഹാപ്പിനെസ് ഒക്കെ ആയിട്ടുള്ള കുറെ സക്സസ് ഒക്കെ നമുക്ക് നടക്കാനുണ്ട് അല്ലേ. അപ്പം
ഇങ്ങനെ കുറേ മേഖലകളിലൂടെ ഷൈജ മാം കടന്നു പോയിട്ടുണ്ട്. എന്തൊക്കെയാണ്? എൻ്റർപ്രണറാണ്, കരിയറിൻ്റെ ട്രെയിനേഴ്സാണ്, അങ്ങനെ ഒരുപാട് മേഖല. ഇതിലേറ്റവും ഇപ്പം മദറാണ്. ഓക്കെ, ഏറ്റവും ബ്യൂട്ടി ആയിട്ടുള്ളത്. അപ്പം എന്താണ് ഷൈജ മാം ഇതിനകത്ത് ഒരു ഹാപ്പിനെസ്, ഏറ്റവും ഹാപ്പിനെസ് ഏത് ഇതിലോട്ട് വന്നപ്പോഴാണ് എനിക്കറിയാം. ഹാപ്പിനെസ് എന്നതിലുപരി രൂപേഷ്, ഐ വുഡ് സേ ഈ ഇടയ്ക്ക് ഞാനൊരു നമ്മുടെ ആസ്ട്രമിംസ് കാലിക്കറ്റിൽ അവരുടെ ഒരു സ്പെഷ്യൽ ROP, ദാറ്റ് ഈസ് റെറ്റിനോപ്പതി ഓഫ് പ്രീമെച്യൂരിറ്റി എന്ന് പറഞ്ഞ, അതായത് പ്രീമെച്യൂറായ ബേബീസിന് വരുന്ന കണ്ണിന് വരുന്ന ഇഷ്യൂസ് കൺസിഡർ ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് കൊടുക്കാൻ വേണ്ടി നമ്മുടെ കാലിക്കറ്റ് മിംസിൽ അവരൊരു പ്രത്യേക വിങ് ഓപ്പൺ ചെയ്തിരുന്നു. അതിന് ആക്ച്വലി ഒരു സ്പെഷ്യൽ ഗസ്റ്റ് ആയിട്ട് ഒരു 1 year ബാക്ക് ഞാൻ പോയിട്ടുണ്ട്. അവിടെ ഈ പറഞ്ഞ പോലെ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ആള് എന്നെ വിളിച്ചത് an entrepreneur, a woman entrepreneur, a motivational speaker, a trainer, ഷൈജ ഷനോജ് എന്ന് പറഞ്ഞിട്ട് വിളിച്ചത്. എന്നിട്ട് ഞാൻ അവിടെ പോയി നിന്ന് എൻ്റെ സ്പീച്ച് തുടങ്ങുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞൊരു വേർഡ് ഇതായിരുന്നു: though they have introduced me as a successful entrepreneur, motivational speaker, trainer, പക്ഷെ ഇതിലൊക്കെ ഉപരി ഞാൻ പ്രൗഡായിട്ട് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു ടൈറ്റിൽ ഉണ്ട് എനിക്ക് ആസ് എ മദർ. ആൻഡ് ദാറ്റ് ടു daughter, mother of daughter Shreya, who is 14 years old, and mother of Dakshit, who is 12 years old. അപ്പോൾ ഇവർ രണ്ടുപേരും സ്പെഷ്യൽ ചിൽഡ്രൻസ് ആണ്. ഓഡൽസ് നമ്മളുടെ സൊസൈറ്റിയിൽ പറയുന്ന വേർഡ് വെച്ച് പറഞ്ഞ നമുക്ക് ഒരുപാട് നമ്മളൊക്കെ ഭയങ്കരമായ സ്കിൽഡും അതാണ് പറഞ്ഞത്, ഡിഫറെന്റ്ലി ഏബിൾഡ് കിഡ്സ് എന്നൊക്കെ പറയുന്നത്. എൻ്റെ മൂത്ത മോള് സെറിബ്രൽ പാൾസി എന്ന് പറഞ്ഞ അവസ്ഥയുള്ള മോളാണ്, വിത്ത് MR. ഷീ ഈസ് കംപ്ലീറ്റ്ലി എ ബെഡ് റിഡൻ കിഡ്. രണ്ടാമത്തെ ആള് ഒരു ബോർഡർ ലൈൻ ഓട്ടിസം ഉള്ള ഒരു മോനാണ്. ബട്ട് കമ്പാരിറ്റീവ്ലി അവനൊരു നോർമൽ സ്ട്രീം ലൈൻ സ്കൂളൊക്കെ പഠിക്കുന്നുണ്ട്. ബട്ട് സ്റ്റിൽ ബോത്ത് ഹാഡ് എ ചാലഞ്ചിങ് ടൈം. ഈവൻ എൻ്റെ ലൈഫിലും ഐ കാൻറ്റ് എന്താ പറയുക, ഇതൊന്നും കുറച്ച് സമയത്തിനൊന്നും പറഞ്ഞ് തീർക്കാൻ പറ്റാത്ത അത്രയും ചാലഞ്ചിലൂടെ പോയിട്ടുണ്ട്. ബട്ട് ഐ വുഡ് സേ ഇന്ന് രൂപേഷിൻ്റെ മുന്നിൽ ഈ പ്രൗഡ് ടു സേ ദാറ്റ്, അഹങ്കാരം എന്നൊന്നും ആരും കരുതണ്ട, പ്രൗഡ് ടു സേ ദാറ്റ് ഇത്രയും തലയുയർത്തി എന്നെ ഇരിക്കാൻ എന്നെ പ്രാപ്തരാക്കിയൊരു വേറെ ആരുമല്ല എൻ്റെ 2 മക്കളാണ്. നോ വൺ എൽസ്. ആ കംപ്ലീറ്റ് ക്രെഡിറ്റ് ഐ വുഡ് ഗിവ് ഇറ്റ് ടു ദം. ദോ ഇങ്ങനെ 2 കുട്ടികൾ ഉണ്ടാകുമ്പോൾ നോർമലി പാരൻസും സൊസൈറ്റിയും ഒക്കെ അയ്യോ പാവം പറയെങ്കിലും ഡെഫിനറ്റ്ലി ഈവൻ ഐ ഹാഡ് എ ട്രാജിക് ടൈം. കാരണം എന്താ വെച്ചാൽ ഞാനും സാധാരണ മനുഷ്യനാണ്, ഞാൻ സൂപ്പർ ഹ്യൂമൻ ഒന്നുമല്ല, സാധാരണ മനുഷ്യനാണ്. ഈവൻ ഐ ഹാഡ് എ ഡൗൺഫോൾ, എവറിത്തിങ്. പക്ഷെ ഇന്ന് ഞാനിവിടെ ഇരിക്കുമ്പോൾ ഏറ്റവും പ്രൗഡായിട്ടിരിക്കുന്ന എൻ്റെ റീസൺ ഇസ് മൈ കിഡ്സ്. അപ്പം ഏറ്റവും ബെസ്റ്റ് ടൈറ്റിൽ ഐ വുഡ് സേ ഇസ് മൈ മദർ ടൈറ്റിൽ. ഓക്കെ, കാരണം ശരിക്കും ഞാൻ ഈ ഒരു ആൻസർ തന്നെ ഷൈജാമ പറയുമെന്ന് എനിക്കറിയാം. എന്നിരുന്നാൽ കൂടെ ഇത് കാണുന്നവർ അത് മനസ്സിലാക്കണം എന്ന് കരുതി തന്നെയാണ് ഞാൻ അതിനെപ്പറ്റി പറഞ്ഞത്. അത് കൂടെ തന്നെ പറയാം. ഇപ്പം ഒരു സ്പെഷ്യൽ കിഡ്സ് ആണ് ഷൈജാമ 2 പേരും ഉള്ളത്. അപ്പം അടുത്തൊരു ചലഞ്ചസും കൂടെ ഇപ്പം നമ്മൾ സംസാരിച്ചതിനകത്തോട് വരുവാണ്. അപ്പോൾ എങ്ങനെ ഇത് ഒരുപാട് പറയാനുണ്ടാവും എന്ന് എനിക്കറിയാം ഇതിന്. പക്ഷെ നമുക്ക് ഇന്ന് നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ ഷൈജാമ പറയേണ്ടതായിട്ടുണ്ട്. അതിലോട്ടാണ് ഞാൻ പോകുന്നത്. അതായത് ഈ സമൂഹത്തിലേക്ക് ഇതിപ്പം നമ്മളൊരു സ്പെഷ്യൽ കിഡ്സോ ഇത് നമ്മളൊരു മെസ്സഞ്ചർ ഒന്നും ആകാൻ പോകുന്നൊന്നുമില്ല. ബട്ട് നമുക്ക് നമ്മുടെ ആസ് എ മദർ നിങ്ങൾക്കത് ഇവിടെ ഈ ഒരു സ്ഥലത്ത് അത് പറയാൻ വേണ്ടി നിങ്ങൾക്ക് കഴിയും. അത് ഒരുപാട് പേർക്ക് ഉള്ള തിരിച്ചറിവാവട്ടെ. തെറ്റിദ്ധരുത്താനൊന്നും നമ്മൾ വലിയ ആൾക്കാരൊന്നുമല്ല, പക്ഷെ ഒരു തിരിച്ചറിവ് നിങ്ങൾക്കാകുമെങ്കിൽ. ഷൈജാമാമൻ ഒരുപാട് അനുഭവങ്ങൾ ഇതിനകത്ത് ഉണ്ടായിട്ടുണ്ടെന്ന് എനിക്കറിയാം. ഈ കുട്ടികളെയും കൂട്ടി നമ്മൾ ട്രാവൽ ചെയ്യുമ്പോഴും ഒക്കെ ഭയങ്കര നമ്മൾ ചിന്തിക്കുന്നതിൻ്റെ അപ്പുറത്തുള്ള ഒരു കാര്യങ്ങളാണ് ഇവരെ മാനേജ് ചെയ്യുക എന്ന് പറയുന്നത്. അപ്പം ആ ഒരു ഘട്ടത്തിൽ ഏതെങ്കിലും ഒരു ഇൻസിഡന്റ് ഒന്ന് ഓർത്തിട്ട് പറയാം. ഉറപ്പായിട്ടും താങ്ക് യു സോ മച്ച് രൂപേഷ്. കാരണം എന്താ വെച്ചാൽ എൻ്റെ ഒരു ലൈഫിൽ അപ്പാർട്ട് ഫ്രം എൻ്റെ കരിയർ പ്രൊഫഷനൊക്കെ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതർ സൈഡിൽ എൻ്റെ ഒരു ലൈഫിൻ്റെ ഒരു ഇൻസ്പിറേഷൻ അല്ലെങ്കിൽ എൻ്റെ ഒരു ടാർഗറ്റ് അല്ലെങ്കിൽ എൻ്റെ ഒരു അച്ചീവ്മെൻറ്റ് എന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ എന്തെങ്കിലും ഒരു മൈന്യൂട്ട് ചേഞ്ച് എങ്കിലും എൻ്റെ ഒരു ലൈഫിലോ എൻ്റെ ഒരു വാക്കുകൊണ്ടോ എൻ്റെ ഒരു പ്രവൃത്തി കൊണ്ടോ എനിക്ക് വരുത്താൻ പറ്റുകയാണെങ്കിലും എന്നുള്ള ഒരു ഭയങ്കര ആഗ്രഹമുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ ഈ ഒരു ചോദ്യത്തിന് വളരെ നന്ദി. കാരണം ഐ കുഡ് അറ്റ്ലീസ്റ്റ് സേ സംതിങ് അബൌട്ട് ഇറ്റ്. ഇങ്ങനെ ഒരു വേദിയിൽ ഇത്രയും പ്രേക്ഷകർ കാണുന്ന ഒരു പോഡ്കാസ്റ്റിൽ കൂടെ എനിക്ക് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ ഒരു അവസരം തന്നതിൽ ആദ്യമായിട്ട് നന്ദി. ഇൻസിഡൻസ് പറയുകയാണെങ്കിൽ there are lots and lots because എന്താ പറയുക, ഞാൻ എപ്പോഴും പറയും നമ്മുടെ
മനുഷ്യരെന്നൊരു ജീവിതത്തിൽ ഏറ്റവും പെയിൻഫുൾ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു കുട്ടികളുടെ പാരൻ്റായിട്ട് ജീവിക്കുക എന്നുള്ളതാണ്. അതിൻ്റെ ഞാൻ ഈ പറഞ്ഞ ഗ്ലോറിഫൈങ് വശങ്ങളൊക്കെ അവിടെ ഉണ്ട്. ഇപ്പം പറഞ്ഞ പോലെ ഞാൻ അവർ കാരണമാണ് ഇങ്ങനെ ആയത്. പക്ഷെ ഇവിടത്തോട്ടൊക്കെ എത്തുമ്പോഴേക്കും കടന്നു പോയ വഴി എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് ആൻ ഈസി ജേണി. അപ്പം പക്ഷേ സ്റ്റിൽ ആസ് യു സെഡ്, എൻ്റെ ഈ ഒരു ലൈഫ് കാരണം എന്തെങ്കിലും ഒരു ചേഞ്ച് സൊസൈറ്റിയിലോ അല്ലെങ്കിൽ ഒരാളുടെ തോട്ട് പ്രോസസ്സിലെങ്കിലും, നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി പറഞ്ഞൊരു കോട്ടുണ്ട്, ബി ദ ചേഞ്ച് യു വാണ്ട് ടു സീ ഇൻ ദ വേൾഡ്. നിങ്ങൾ സമൂഹത്തിൽ കാണാൻ ആഗ്രഹിക്കുന്ന ചേഞ്ച് എന്താണോ അത് ഫസ്റ്റ് നിങ്ങളാവുക. അപ്പം ആ പറഞ്ഞ പോലെ നമ്മുടെ സൊസൈറ്റിയിൽ ഞാൻ കാണാൻ ആഗ്രഹിക്കുന്ന ചേഞ്ചസ് എന്താണ് എന്നുള്ളത് എൻ്റെ വായിൽ നിന്ന് തന്നെ ഒന്ന് എനിക്ക് പറയാൻ ഈ ഒരു വേദിയിൽ പറ്റുമെങ്കിൽ, ഇഫ് അറ്റ് ഓൾ വൺ ലൈഫ് ഗെറ്റ്സ് ഇൻസ്പയർഡ് ബൈ ദാറ്റ് വുഡ് ബി ദ ഗ്രേറ്റ് തിങ് ഇൻ മൈ ലൈഫ്. അപ്പോൾ ഒരുപാട് ഇൻസിഡൻസ് ഉണ്ടായിട്ടുണ്ട്. അതിൽ ആസ് ഐ സെഡ്, ഞാൻ ഗൾഫിൽ പോയിരുന്നു. എൻ്റെ മോള് എനിക്കുണ്ടാവുന്നത് ഞാൻ കല്യാണം കഴിഞ്ഞ് ഒരു 1.5 വർഷം കഴിഞ്ഞിട്ടാണ്. എന്നിട്ട് 2 വർഷമായി. 2 വർഷത്തിലാണ് മോൾ ഉണ്ടാകുന്നത്. അപ്പോഴേക്കും ആസ് ഐ സെഡ്, ഐ ഹാവ് സ്റ്റാർട്ടഡ് ദിസ് കമ്പനി. ഞാൻ കമ്പനി റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓഫ് കോഴ്സ് പ്രഗ്നൻ്റ് ആയപ്പം ഐ സ്റ്റോപ്ഡ് ഇറ്റ്. ഒരു 8th month ഒക്കെ ആയപ്പോൾ സ്റ്റോപ്പ് ചെയ്തു. ഒരു പോസ് ചെയ്തു. സ്റ്റോപ്പ് എന്നല്ല, ഇറ്റ് വാസ് എ പോസ്. ഡെലിവറി ഒക്കെ കഴിഞ്ഞ് തിരിച്ചു പോയിട്ട് തുടങ്ങാന്നുള്ളതിൽ ഡെലിവറിക്ക് നാട്ടിൽ വന്നു. ഷീ വാസ് നോർമലി ബോൺ. നോർമൽ ഡെലിവറി ആയിരുന്നു, ഫുൾ ടേം ആയിരുന്നു. ഞാൻ തിരിച്ചു പോകുന്നു 3-ാം മാസത്തിൽ. മോൾക്ക് 3 മാസം ആയപ്പോൾ ഒരു 4-5 മാസം ആകുമ്പോൾ ഐ സ്ലോലി സ്റ്റാർട്ടഡ് മൈ കരിയർ ബാക്ക്. വീട്ടിൻ്റെ അകത്ത് തന്നെ അവളെ മാനേജ് ചെയ്യും. ഹസ്ബൻഡ് ജോലിക്ക് പോകും. ബിറ്റ്വീൻ അവൾ ഉറങ്ങുന്ന സമയം ഒക്കെ നോക്കിയിട്ട് ഐ സ്റ്റാർട്ടഡ് ഡൂയിങ് മൈ വർക്ക്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഓർ ഫോർച്ചുനേറ്റ്ലി, ഐ വുഡ് സേ നൗ ഫോർച്ചുനേറ്റ്ലി, പക്ഷെ അന്ന് അൺഫോർച്ചുനേറ്റ് ആയിരുന്നു. ഞാനതാ പറയുന്നതിന് ഇതില്ല. അപ്പം ഒരു 7th 8th 9th month ആയിട്ട് മോള് ഇരിക്കാത്ത ഒരു ബുദ്ധിമുട്ട് കാണിക്കാൻ തുടങ്ങി. നോർമലി ഒരു 8th month ഒക്കെ ആകുമ്പോഴത്തേക്ക് കുട്ടികൾ എഴുന്നേറ്റിരിക്കാൻ തുടങ്ങി. ഷീ വാസ് നോട്ട് സിറ്റിംഗ് അപ്പ്. ദാറ്റ് ഈസ് വെയർ വി സ്റ്റാർട്ടഡ് സീയിങ് ദ ഡോക്ടേഴ്സ്. പക്ഷെ അവളുടെ അന്നേരപ്പം കാണുന്ന അവസ്ഥ വെച്ചിട്ട് എല്ലാവരും പറഞ്ഞു ഒരു മൈന്യൂട്ട് ഡിലേ ആണ്, ഷിൽ ബി ഓക്കെ. ബട്ട് ഇറ്റ് പാസ് ടിൽ 10th month ഷീ വാസ് നോട്ട് സിറ്റിംഗ് അപ്പ്. അങ്ങനെ ഞങ്ങൾ നാട്ടിലോട്ട് വരുന്നു. ഇവിടെ വന്നിട്ട് കാലിക്കറ്റ് മിംസിലാണ് കാണിക്കുന്നത്. അവിടെ നിന്ന് ഒരു MRI എടുത്തപ്പോഴാണ് ഷീ ഹാസ് എ ബ്രെയിൻ ഗ്രോത്ത് ഇഷ്യൂസ് എന്നുള്ളത് പറയുന്നത്. അപ്പോൾ പക്ഷെ അന്നേരം ഇപ്പോൾ മോളുടെ അവസ്ഥ കണ്ടിട്ട് ഡോക്ടറിനോട് പറഞ്ഞത് മേ ബി ഒരു 5-6 years ആകുമ്പോഴത്തെ ഷിൽ ബി ഇൻ ലൈൻ, കുഴപ്പമൊന്നും ഉണ്ടാവില്ല, കുറച്ച് ഫിസിയോതെറാപ്പി ഒക്കെ ചെയ്താൽ മതി, തെറപ്പീസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്താൽ മതി. അങ്ങനെ ഞാൻ തിരിച്ചു പോന്നു. വി സ്റ്റാർട്ടഡ് ദ തെറപ്പീസ് എഗെയിൻ. ഒരു 1.5 years ആകുമ്പോഴത്തേക്കും ഷീ സ്റ്റാർട്ടഡ് ഗെറ്റിംഗ് സീഷേഴ്സ്. നോർമലി ഇങ്ങനത്തെ ഡെവലപ്മെൻ്റൽ ഡിലേയുള്ള കുട്ടികൾക്ക് ഉണ്ടാകുന്ന ഒരു പ്രോബ്ലമാണ് ഈ സീഷേഴ്സ് എന്ന് പറയുന്നത്. ഈ സീഷേഴ്സിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ വൺസ് ഇറ്റ് you started getting seizures, നമ്മളുടെ ബ്രെയിനിലെ സെൽസ് പിന്നെയും വർക്ക് ചെയ്യാതാവും, ഡാമേജ് ആവാൻ തുടങ്ങി. അൺഫോർച്ചുനേറ്റ്ലി അവളുടെ സീഷേഴ്സ് ഒരു മരുന്നിൻ്റെ കോമ്പിനേഷനിലും ഞങ്ങൾക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഈ ഒരു സമയത്തേക്കും വാട്ട് ഹാപ്പൻഡ് ഇസ് ദാറ്റ് എൻ്റെ പോസ് ചെയ്ത് വെച്ച കമ്പനി അവിടെ കിടക്കുന്നുണ്ട്. ഐ സ്റ്റോപ്ഡ് ഇറ്റ്. ദാറ്റ് വാസ് ദ ഡൗൺഫോൾ ഓഫ് മൈ ലൈഫ്, ഐ വുഡ് സേ. എല്ലാം തീർന്നു, ഇനിയിപ്പോൾ ഒന്നും ചെയ്യാനില്ല. ഐ ഹാവ് ടു ലുക്ക് ആഫ്റ്റർ ദ മോളെ നോക്കണം, ഇനി വർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതർവൈസ് ഞാൻ പറഞ്ഞില്ല, ഞാൻ ഭയങ്കര കരിയർ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഡ്രീമർ ആയിട്ടുള്ള ഒരു ഗേളായിരുന്നു അൺടിൽ ദെൻ. എൻ്റെ സ്വിച്ച് മൊത്തവും മാറി. ആ ഒരു പക്ക മദേർലി സ്വിച്ചിലോട്ട് പോയി ആഫ്റ്റർ ടേക്ക്. പിന്നെ ഒരുപാട് റിജക്ഷൻ ഇഷ്യൂസ് ഇല്ല, അവർക്ക് അങ്ങനെ പ്രോബ്ലം ഇല്ല, സ്വയം കുറ്റപ്പെടുത്തൽ എല്ലാം. ഐ സൈഡ് നോ, ഞാൻ ഇന്നിരിക്കുന്ന ഞാനൊന്നല്ല അന്ന്. എവ്രിതിങ് ഐവ് ഗോൺ ത്രൂ. ഒരു നോർമൽ മനുഷ്യൻ കടന്നു പോകുന്ന ഏതൊക്കെ വഴിയാണ് ആ വഴിയിലൊക്കെ ഞാൻ പോയിട്ടുണ്ട്. ഒരുപാട് കരഞ്ഞ് നിലവിളിച്ച് എല്ലാം ചെയ്തിട്ടുണ്ട്. മോളെ ഇങ്ങനെ ഡോക്ടേഴ്സിൻ്റെ അടുത്തൊക്കെ കൊണ്ടുപോകും. അപ്പം ആ സമയത്താണ് ഇപ്പം രൂപേഷ് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ അതായിരുന്നു, ഏതെങ്കിലും ഒരു ഇൻസിഡൻറ്റ് പറയാം. ആ ഇൻസിഡൻറ്റ് പറയാൻ എവിടെ വന്നു. അപ്പം മോൾക്ക് പാലക്കാടുള്ള ഒരു വൈദ്യരുടെ അടുത്ത് ഞങ്ങളൊരു ചികിത്സ എടുക്കുന്നുണ്ടായിരുന്നു. ദാറ്റ് ഐ ഹാവ് ടു കം എവറി 6 months. എവറി 6 months റിപ്പീറ്റഡ് ആയിട്ടുള്ള കൺസൾട്ടേഷൻ ആയിരുന്നു. അപ്പം ഹസ്ബൻഡിന് വരാൻ പറ്റില്ല, ബിക്കോസ് എവറി ടൈം ഹി കാൺ ടേക്ക് ദ ലീവ്. ഞാനാണ് മോളെയും കൊണ്ട് വരിക. അപ്പം ഷീ വാസ് ഓൾമോസ്റ്റ് 2 years ആയ സമയമാണ്. ഹാവ് ടു ക്യാരി ഹർ. കാരണം നമുക്ക് ഇരിക്കാൻ പോലും പറ്റില്ല. ദോ വി ഹാവ് ടു ബുക്ക് എ സീറ്റ് ഇൻ ദ ഫ്ലൈറ്റ്. കാരണം 1 വയസ്സ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ ഒരു സീറ്റ് എടുക്കണം. പക്ഷെ നമുക്ക് ഇരിക്കാൻ പറ്റില്ല. ഹാവ് ടു ക്യാരി ഹർ. ഞാൻ മോളെ ഒരു കയ്യിലെടുക്കും. അവളുടെ ഫുള്ള് ലഗേജുള്ള ഒരു ബാഗ് സൈഡിലുണ്ട്, ബിക്കോസ് പാലും ഡ്രസ്സും ഡയപ്പേഴ്സും ഒക്കെ ആയിട്ട്. അവിടെ നിന്ന് 2 hours ബിഫോർ ചെക്ക് ഇൻ. പക്ഷെ ലക്ലി ഐ വുഡ് സേ ഞാൻ ഗൾഫിൽ നിന്ന് ഇങ്ങോട്ട് വന്നതിൻ്റെ ഏക വിഷമം എനിക്കതാണ്. ആ ഒരു ആൾക്കാരുടെ ആറ്റിറ്റ്യൂഡിലുള്ള ഡിഫറൻസ് ആണ് ഞാനിവിടെ രൂപേഷിനോട് പറയാൻ പോകുന്നത്. അവിടെ എയർപോർട്ടിൽ ദ മൊമെൻറ്റ് യു എൻറ്റർ ഇൻസൈഡ് ദ എയർപോർട്ട്, അവിടുത്തെ എയർപോർട്ടിലെ ഏത് സ്റ്റാഫും ആയിക്കോട്ടെ, അത് നിങ്ങളൊരു സ്പെഷ്യൽ ചൈൽഡിനെ എന്നില്ല, എനി മദർ who carry a child, they will call you.
ഇൻസൈഡ് ലൈനിൽ മുന്നിൽ നിർത്തിപ്പിക്കും. അവരെ പ്രൊസീജിയറൊക്കെ നമുക്ക് ഈസി ആയിട്ട് ചെയ്തു തരും. അങ്ങനെ ചെയ്തു. ഞങ്ങൾ ഫ്ലൈറ്റ് കയറുന്നു. ഇറ്റ് വാസ് അറൌണ്ട് 3.5 hours ജേർണി. ഇമാജിൻ ആ സമയം മൊത്തം ഞാൻ ബേബീനെ ക്യാരി ചെയ്യാണ്. ഷീസ് അറൌണ്ട് 2 years. സാമാന്യം നല്ല ഇതുള്ള വളർച്ചയുള്ള മോളും ആയിരുന്നു. അപ്പം അത് കഴിഞ്ഞ് ഇവിടെ ഇറങ്ങുന്നു. ഇവിടെ ഇറങ്ങുമ്പോഴത്തേ തന്നെ ഐ വുഡ് ബി ടയേർഡ് ടു ദ 70% ഞാൻ ടയേർഡ് ആയിട്ടുണ്ട്. കാരണം കയ്യും മസിൽസ് ഒക്കെ വേദനിക്കാൻ തുടങ്ങി. ഇതെല്ലാം കൂടെ ബിക്കോസ് അവൾക്ക് ഉറക്കം കുറവാണ്. സോ വൺസ് ഷീ സ്ലീപ്പ് ഐ ഡോണ്ട് മൂവ് ഹർ. ഞാൻ ഇങ്ങനെ തന്നെ പിടിച്ചിരിക്കും. കാരണം ഇങ്ങനെ തന്നെ പിടിച്ചു. ഞാനൊന്ന് ശ്വാസം ചിലപ്പോൾ വിട്ട് കഴിഞ്ഞാൽ ഷിൽ വെക്കാം. എഴുന്നേറ്റ് കഴിഞ്ഞാൽ കരയാൻ തുടങ്ങും. അപ്പോൾ ഇതൊക്കെ കൊണ്ട് ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. ഞാൻ പിടിച്ചിരിക്കുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ എയർപോർട്ടിൽ വന്ന് ഇറങ്ങി ഞാൻ നടന്ന് നമ്മുടെ ഇമിഗ്രേഷൻ ക്യൂവിലെത്തുമ്പോഴത്തേക്ക് അവിടെ ഏകദേശം ഒരു 10-30 ആൾക്കാരുടെ ക്യൂ ഫോം ചെയ്തിട്ടുണ്ട്. ഞാൻ അവിടെ വന്നിട്ട് ഏറ്റവും മുന്നേ പോയിട്ട് മുന്നിലുള്ള ചേട്ടനോട് പറഞ്ഞു, ചേട്ടാ എനിക്കിങ്ങനെ മോള് വയ്യാത്താണ്, താഴെയൊന്നും നിർത്താൻ പറ്റില്ല, ഒന്ന് ഞാൻ പൊയ്ക്കോട്ടെ, എനിക്ക് നിൽക്കാൻ പറ്റുന്നില്ല ഇത്രയും ഇതെടുത്തിട്ട്. ഹി ജസ്റ്റ് സെഡ് മീ ഓൺ മൈ ഫേസ്, രൂപേഷ്, ഐ കാൻറ്റ് ഈവൻ ഇമാജിൻ. ഞങ്ങളും എല്ലാവരും അതുപോലെ തന്നെ യാത്ര ചെയ്ത് വന്ന ആൾക്കാരാണ്. ഞങ്ങൾക്കും ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്, പോയി പുറകിലിരിക്കും. I was shocked actually. That was, I would say, that first experience I got from our God's own country. ഞാനിത് സൊസൈറ്റീനെ കുറ്റം പറയാനോ ഒന്നുമല്ല, പക്ഷേ ഐ വുഡ് സേ, ഞാൻ നേരത്തെ രൂപേഷിന് പറഞ്ഞു, ഒരു ഐ ഓപ്പണർ. ആരെങ്കിലും ഇത് കേട്ടിട്ട് ഒരു മനുഷ്യനെങ്കിലും ഇനി നാളെ ഇങ്ങനെ ഒരു പാരന്റ് വരുമ്പം അവരെ ഒന്ന് മുന്നിൽ നിർത്താൻ തോന്നിയിട്ടുണ്ടെങ്കിൽ എൻ്റെ ഈ സ്പീച്ചിന് എന്തെങ്കിലും ഒരു ഗുണം ഉണ്ടായി എന്ന് ഞാൻ പറയും. അപ്പം ഐ വാസ് ലിറ്ററലി ഷാറ്റേർഡ് ടു ഹിയർ ദാറ്റ് ഈവൻ ആ കൗണ്ടറിൽ ഇരിക്കുന്ന ഒഫീഷ്യൽ പോലും ഒന്നും മറിച്ച് പറയാനുണ്ടായിട്ടില്ല. അതാണ് വേറൊരു കാര്യം. ഒരാൾ പറഞ്ഞു, അതിനെ ബാക്കപ്പ് ചെയ്യാനേ എല്ലാവരും ഉള്ളൂ, അതിനെതിരായിട്ട് പറയാൻ അവിടെ ആരും ഉണ്ടായിരുന്നു. ഒരു സപ്പോർട്ട് മൈൻഡ് ചിലപ്പോൾ അവർക്കൊന്ന് കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ മറ്റേ റെക്കഗ്നൈസ് ചെയ്യാൻ പറഞ്ഞാൽ മതി. സി, ദിസ് ഇസ് വാട്ട്, ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ബി ദ ചേഞ്ച് യു വിഷ് ടു സീ ഇൻ ദ വേൾഡ് എന്ന് പറയുന്നത്. ആ ഒരു മനുഷ്യൻ ഒരു നന്മ അവിടെ കാണിച്ചിരുന്നെങ്കിൽ അത് ഇൻസ്പയർ ചെയ്യുന്ന അതിന്റെ പുറകിലിരിക്കുന്ന 30 ആൾക്കാരെയാണ്. നേരെ മറിച്ച് വെൻ ഹി സെഡ് ദിസ്, എവരിവൺ ഫോളോ ദാറ്റ്. ഇന്ന് നമുക്ക് ചിലപ്പോൾ അയാളുടെ ഒരു കാര്യം പറയാനും കൂടെ കഴിയുമായിരുന്നു. ഡെഫിനറ്റ്ലി. ഞാനിപ്പോ തുടക്കത്തിൽ ലക്ഷ്മി മാമിന്റെ കാര്യം പറഞ്ഞ പോലെ ഹി വുഡ് ഹാവ് ബീൻ എ പേഴ്സൺ അതർ വേ ഐ ഹാവ് മെൻഷൻ, ഇങ്ങനെ ഒരു പേഴ്സണാലിറ്റി ഉണ്ടായിരുന്നു എന്ന് പറയും. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ എന്ത് തന്നെ ആയാലും നമ്മുടെ പ്രവൃത്തികളാണ് നമ്മളെ മറ്റുള്ളവരിലോട്ട് ഓർമ്മിക്കുന്നത്. അത് നമ്മൾ എന്ത് ചെയ്തു എന്നുള്ളതല്ല. അതിനകത്ത് എല്ലാവരും കുറെ പേര് എല്ലാവരും ഈ പണത്തിന്റെയും എന്തൊക്കെയോ സംഭവങ്ങൾ റെഡിയാക്കാൻ ഒരു ക്വസ്റ്റ്യൻ ഞാൻ പറയാം. സക്സസ്ഫുൾ എന്ന് പറയുന്നത് ഒരു അത് ഞാൻ ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു ടേംസ് ആണ് ഈ സക്സസ് എന്നുള്ള സംഭവം. സക്സസ്ഫുൾ എന്ന് പറയുന്നത് നമ്മൾ പലരും പുറത്തോട്ട് നോക്കിയിട്ട് നമ്മൾ പറയും, ഇപ്പൊ യൂസഫ് അലീനെ കണ്ടാൽ നമ്മൾ സക്സസ്ഫുൾ ആയ ഒരു ആളെന്ന് പറയും. നമ്മളൊന്ന് കണ്ണു തുറന്ന് നമ്മളുടെ ചുറ്റിലും, യൂസഫ് അലിയിലൊന്നും പോകണ്ട, മേ ബി കണ്ണൂർ ഡിസ്ട്രിക്റ്റിൽ നമ്മളുടെ സറൗണ്ടിങ്ങിൽ നോക്കിക്കഴിഞ്ഞാൽ തന്നെ സക്സസിനെ വേറെ പല രീതിയിലും ഡിഫൈൻ ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ നമ്മുടെ മുമ്പിൽ. അതിനൊരു ഉദാഹരണം ഞാൻ രൂപേഷിനോട് പറഞ്ഞുതരാം. ഞാൻ ആക്ച്വലി നാട്ടിലോട്ട് വന്നിട്ട് ഇപ്പോൾ ഒരു 10 years ആയി. ബിക്കോസ് മോനും കൂടിയായി, മോനും ഈ ഒരു ചെറിയ ഇഷ്യൂസ് ഉണ്ടെന്ന് കണ്ടെത്തിയപ്പോഴേ ഞങ്ങൾ നാട്ടിലോട്ട് റീലൊക്കേറ്റ് ചെയ്തിരുന്നു. എന്നിട്ട് ആ മോളെ ഇവിടെ ഉള്ള ഒരു സ്പെഷ്യൽ സ്കൂളിൽ ചേർത്തു. ആ സ്പെഷ്യൽ സ്കൂളിലെ ടീച്ചേഴ്സ് ആൻഡ് അവിടെയുള്ള ഹെൽപ്പേഴ്സ് എന്ന് പറയാം. എനിക്ക് ആ ഹെൽപ്പർ തോട്ടട ആശ്രയം സ്പെഷ്യൽ സ്കൂൾ എന്ന് പറയുന്നത്, അവിടെയാണ് എൻ്റെ മോള് കോവിഡ് വരെ പോയിരുന്നു. പിന്നെ ഇപ്പം പോകുന്നില്ല. പക്ഷേ ഐ വുഡ് സേ അവിടെയുള്ള പ്രിൻസിപ്പൽ ടു ഈവൻ ഏറ്റവും താഴെ ഇരിക്കുന്ന, എനിക്ക് അവരെ അങ്ങനെ മെൻഷൻ ചെയ്യാൻ പോലും ഐ ഡോണ്ട് ഫീൽ ലൈക്ക്. കാരണം എന്താ വെച്ചാൽ ഐ വുഡ് സേ ഇവിടെ ഇരിക്കുന്ന സോക്കോൾഡ് ഏറ്റവും പൈസക്കാരോ അല്ലെങ്കിൽ ഏറ്റവും വലിയ പൊസിഷനിൽ ഇരിക്കുന്ന ആൾക്കാരെക്കാട്ടും വേർത്താണ് അവിടെ ഇരിക്കുന്ന ഒരു ഹെൽപ്പർ എന്ന് പറയുന്ന ഒരു ചേച്ചിയുടെ വാല്യൂ ഞാൻ കാണുന്നത്. ദാറ്റ് ഈസ് ദ സക്സസ്. കാരണം എന്താ വെച്ചാൽ അവിടെ ആ സ്കൂളിൽ ഓൾമോസ്റ്റ് 150-160ഓളം സ്റ്റുഡൻസ് ഉണ്ട്. സ്റ്റുഡൻസ് എന്ന് പറഞ്ഞാൽ ഈവൻ 30 above years ഉള്ള ആൾക്കാരുണ്ട്. The way they take care of those children. 30 above ഉള്ള ആൾക്കാർ അവിടെ ഇവർ ട്രീറ്റ് ചെയ്യണല്ലേ? പറയാൻ പറ്റില്ല രൂപേഷ്. ഞാൻ എല്ലാവരോടും, എനിക്കറിയുന്ന എല്ലാവരോടും ഞാൻ പറയും, ഒരു ദിവസം അവിടെ പോയി ഇരുന്ന് നോക്കണം. വാട്ട് ഈസ് ലൈഫ്? നമ്മളൊന്നും അല്ല എന്ന് നമുക്ക് തോന്നിപ്പോകും. അവരൊക്കെയാണ് ജീവിതത്തിൽ സക്സസ്ഫുൾ ആയ മനുഷ്യന്മാർ. നമ്മളൊന്നും ഒരിക്കലും അല്ല. ഞാൻ പറയും, ഞാനൊരു ദൈവവിശ്വാസിയാണെന്ന് പലരും എന്നോട് ചോദിക്കും. ഞാൻ എല്ലാ ചോദ്യത്തിനും ഞാൻ ചോദ്യത്തിന് മുമ്പേ ഉത്തരം പറയാം. ഞാൻ ആക്ച്വലി ദൈവവിശ്വാസിയാണോ എന്ന് ചോദിച്ചാൽ യെസ്, ഞാനൊരു ശക്തിയിൽ വിശ്വസിക്കുന്ന ആളാണ്. പക്ഷെ എൻ്റെ ദൈവം എന്ന് പറയുന്നത് എൻ്റെ പ്രവൃത്തിയാണ്. ഞാൻ അതിൽ വിശ്വസിക്കുന്ന ആളാണ്. എൻ്റെ ഒരു ഫിലോസഫി എന്ന് പറയുന്നത്, എൻ്റെ ഇന്നത്തെ രാവിലെ ഞാനൊരു 6 മണിക്ക് എഴുന്നേക്കും, രാത്രി ഞാനൊരു 10 മണിക്ക് കിടക്കും. ഈ 6 to 10 ഞാൻ രാത്രി കിടക്കാൻ പോകുമ്പോൾ ഞാൻ റീതിങ്ക് ചെയ്യുന്ന ഒരു കാര്യം,
ഡിഡ് ഐ ടച്ച് എനി വൺസ് ലൈഫ് ടുഡേ? ഒരു മനുഷ്യന്റെ മുഖത്തേക്ക് ഒരു ചിരി, വേറെ ഒന്നും വേണ്ട. ഈവൻ പാസ് ബൈ പോകുമ്പം കാണുന്ന ഒരാളോടെങ്കിലും ഞാൻ ചിരിച്ചിട്ട് ഒരു മൈൻഡ്ഫുൾ ആയിട്ട് അവരെന്നോട് ചിരിച്ചിട്ടുണ്ടോ? ഈവൻ എൻ്റെ ആ ഒരു സ്മൈൽ, ആ ഒരു റിഫ്ലക്ഷൻ അവരുടെ മുഖത്തുണ്ട്. ആൻഡ് ദാറ്റ് ഈസ് മൈ ഫെയ്ത്ത്, ദാറ്റ് ഈസ് മൈ ബിലീഫ്. ശരിക്കും പറഞ്ഞാൽ ഈ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യേണ്ടതായി ശരിക്കും പറഞ്ഞാൽ. കാരണം വെച്ചാൽ ഈ ഒരു ഷോ തുടങ്ങുമ്പോൾ ഒരുപാട് സക്സസ് സ്റ്റോറീസ് ആയ പോഡ്കാസ്റ്റ് ഒക്കെ നമ്മൾ കാണാറുണ്ട് അല്ലേ? ഞാൻ ഒരുപാട് കണ്ടിട്ട് അതിനകത്ത് ഇൻസ്പയർ ആയിട്ട് വന്നിരിക്കുന്നതാണ്. പക്ഷേ എനിക്ക് എൻ്റെ ഉള്ളിലുണ്ടായിരുന്ന ഷൈജ മാം ശരിക്കും പറഞ്ഞാൽ ശരിക്കും എന്താണ് ഈ സക്സസ്? അത് ശരിക്കും പറഞ്ഞാൽ ഓരോ ആൾക്കാരും ഡിഫറെൻ്റ് ആയ ടാലൻറ്റഡ് ആയ ആൾക്കാരാണ്. അപ്പം അവരോട് ചോദിച്ച് മനസ്സിലാക്കാൻ മാത്രമേ പറ്റുള്ളൂ. അപ്പം ഇപ്പം ഇവിടെ നിന്ന് പറഞ്ഞപ്പം ഒരു ഡെഫിനേഷൻ, അതിന് ഒരു ആഡ് ഓൺ ആയിട്ടുള്ള ഡെഫിനേഷനാണ് ഞാൻ ആഡ് ഓൺ ചെയ്യുന്നത് എനിക്ക് സക്സസ് എന്നുള്ളത്. ശരിക്കും പറഞ്ഞാൽ ഒരു കാര്യം ഞാൻ ബിലീവ് ചെയ്യുന്നുണ്ട്, ഈ കാണുന്ന ബംഗ്ലാവോ കാറോ ഇതൊന്നും അല്ല സക്സസ് എന്നുള്ളത് 100%. കാരണം വെച്ചാൽ ഇപ്പം ഈ പറഞ്ഞതിനകത്തൊക്കെ ഉള്ള അതൊക്കെ എന്നോട് അന്ന് ഒരു തവണ നമ്മൾ സംസാരിച്ചപ്പോൾ എനിക്ക് ഉണ്ടായിരുന്നു എൻ്റെ ഉള്ളിൽ തന്നെ. അത് ഭയങ്കര ഫീലിംഗ് ആയിട്ട് തന്നെ കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ അത് മറ്റുള്ളവരും കൂടെ അറിയട്ടെ എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ ആ ഒരു ചോദ്യം ചോദിച്ചത് തന്നെ. എന്തായാലും താങ്ക് യു സോ മച്ച് ഫോർ ഷെയറിങ് ദിസ് വണ്ടർഫുൾ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങൾ സംസാരിച്ച് കഴിഞ്ഞു ഓൾറെഡി. അപ്പോൾ ഇനി എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദിക്കാനുള്ളത്, അതായത് ഒരു ഷൈജ മാമിനോട് അത് ചോദിക്കാൻ പറ്റുള്ളൂ. ഒരു വനിത അല്ലെങ്കിൽ ഒരു വുമൺ എൻ്റർപ്രണർ, സക്സസ്ഫുൾ എൻ്റർപ്രണർ, ട്രെയിനർ, അങ്ങനെ ഒരുപാട് നിലകളിൽ ഷൈജ മാം സപ്പോർട്ട് ചെയ്യുന്നതായിട്ടൊക്കെ എനിക്കറിയാം. എനിക്കറിയാവുന്ന എൻ്റെ ഒരുപാട് സുഹൃത്തുക്കളൊക്കെ ഞാൻ സ്പെഷ്യലി BNA കുറിച്ചും തന്നെയാണ് പറഞ്ഞത്. അപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വനിതാ സംരംഭക അല്ലെങ്കിൽ ഒരു വുമൺ എൻ്റർപ്രണർക്ക് അവർ ചെയ്തിരിക്കേണ്ട ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു ഹോംവർക്ക് ഉണ്ടാവും. അതെന്തായിരിക്കും? ഓക്കെ, ഇത് പറയുമ്പം ഞാൻ പറയുന്നത് നമ്മുടെ സൊസൈറ്റിയിൽ വുമൻ എന്ന് പറയുമ്പം എപ്പോഴും സംഭവിച്ചു പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കല്യാണം കഴിക്കുന്നു, അമ്മയാകുന്നു, അതായി എൻ്റെ ലോകം. അത് ഡ്യൂട്ടിയാ. പിന്നെ അതിൽ വേറൊരു പാർട്ടും കൂടി ഉണ്ട് രൂപേഷ്. ഐ തിങ്ക് നൗഡേയ്സ് ഇറ്റ് ഈസ് ചേഞ്ചിങ്. ഇപ്പം വരുന്നൊരു ജനറേഷനിലെ പാരൻസ് ആർ ചേഞ്ചിങ് ആക്ച്വലി. പക്ഷെ ഞാനൊക്കെ വളർന്നു വന്ന സമയത്ത് നമ്മളോട് അമ്മമാര് രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീട്ടിലെ പാത്രം കഴുകുക, മുറ്റടിക്കുക, തുണി അലക്കുക, ഇതൊക്കെ പറയുന്നൊരു കോട്ടുണ്ട്. ഇതൊന്നും പഠിക്കാൻ വേണ്ടിയല്ല, അല്ലെങ്കിൽ അവിടെ സ്വന്തം വീട്ടിൽ ചെയ്യാൻ വേണ്ടിയല്ല, ആ കെട്ടിയവന്റെ വീട്ടിലല്ലേ കല്യാണം കഴിച്ച് പോകുമ്പോൾ അവിടെ ഇതൊക്കെ ചെയ്യേണ്ടി വരും, ചെയ്യാൻ പറ്റട്ടെ. ആൻഡ് താങ്ക്സ് ടു സേ ദിസ്, ഐ ആം പ്രൗഡ് ടു സേ ദിസ്. പറയാന്ന് വെച്ചാൽ ഞാൻ രൂപേഷിനോട് പറഞ്ഞിരുന്നു, എൻ്റെ അച്ഛനൊരു ആർമി ഓഫീസറാണ്. അപ്പോൾ ഞാൻ വളർന്നു വരുന്ന സമയത്ത് ഞങ്ങൾ 3 പെൺകുട്ടികളാണ്. എനിക്ക് 2 ചേച്ചിമാരാണ്, അമ്മയും ഞങ്ങൾ 3 പേരുമാണ്. അപ്പോൾ എൻ്റെ അമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ വുഡ് സേ, ഇപ്പം ഞാൻ ലക്ഷ്മി മാമിൻ്റെ പറഞ്ഞപ്പം അതിൻ്റെ കൂടെ ചേർക്കേണ്ട ഒരു പേരാണ് സത്യത്തിൽ എൻ്റെ അമ്മയുടെയും. സത്യം പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും ഇന്ന് ഞാൻ ആലോചിക്കും, എൻ്റെയൊക്കെ സ്ട്രഗിളിൽ ഞാൻ ഇങ്ങനെയൊക്കെ എത്തി എന്ന് പറയുമ്പം എൻ്റെ അമ്മയ്ക്കൊന്നും അന്ന് സാഹചര്യങ്ങളില്ലായിട്ടാണ്. ഷീ ഈസ് മച്ച് കേപ്പബിൾ ദാൻ മീ, ഐ വുഡ് സേ. പക്ഷേ അന്നത്തെ സാഹചര്യത്തിൽ ഹൗ മച്ച് എവർ ഷീ കുഡ് ഡു, ഷീ ഡിഡ്. അതിനപ്പുറത്തോട്ട് പോകാനുള്ള ഒരു സാഹചര്യം ഇല്ലാത്തതുകൊണ്ട് ഇന്നിപ്പം ഞാൻ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഞാൻ ഇന്ന് ഡ്രൈവ് ചെയ്യും, സ്വന്തമായിട്ട് വണ്ടി എടുത്ത് പോകുന്നുണ്ട്, എനിക്ക് രാത്രിയായാലും പുറത്തിറങ്ങി നടക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പിന്നെ ഞാനും എൻ്റെ മക്കളും മാത്രമാണ് താമസിക്കുന്നത്. അമ്മയൊരു കൂട്ടുകുടുംബത്തിൽ ജീവിച്ചാണ്, അമ്മയ്ക്ക് ഡ്രൈവിംഗ് അറിയില്ല. ഈവൻ ഡ്രൈവിംഗ് പോയിട്ട് അന്ന് പ്രോപ്പറായിട്ട് ഒരു വണ്ടി വിളിച്ച് ഒരു സ്ഥലത്ത് പോകാനുള്ള ഫിനാൻഷ്യൽ സ്റ്റാറ്റസും ഉണ്ടായിരുന്നില്ല, എന്നത്തെ പോലെയല്ല. അപ്പം ആ ഒരു ഡിഫറൻസിലായിരിക്കാം അമ്മയൊരു. പക്ഷെ എൻ്റെ അമ്മേനെ കണ്ട എല്ലാവരും ചോദിക്കും ടീച്ചറാണോ എന്നുള്ളത്, ഇപ്പോഴും ചോദിക്കും, എല്ലാവരും ചോദിക്കും. ബിക്കോസ് അമ്മയുടെ ആ ഒരു അപ്പിയറൻസ് കണ്ട പീപ്പിൾ ആസ് ദാറ്റ്. അപ്പോൾ ആ ഒരു നമ്മളെ എന്താണ് പറയുക, ഫോം ചെയ്തെടുക്കുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു പണ്ടല്ല, ഇന്നും ഉണ്ട്, ഇല്ലയെന്ന് ഞാൻ മൊത്തത്തിൽ പറയില്ല. അതായത് എല്ലാം കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു വീട്ടില് മക്കള്, ഇതാണ് ഒരു പെണ്ണിന്റെ ജീവിതം എന്ന് പറഞ്ഞ് നമുക്ക് തരുന്ന ഒരു സ്റ്റീരിയോ ടൈപ്പ് സ്ക്രിപ്റ്റ് പല വുമൻസിന്റെ തലയിൽ അങ്ങനെ തന്നെ ഉണ്ട്. സോ വൺസ് ദേ ഗെറ്റ് ഇൻ ടു ദാറ്റ്, അവരെപ്പോഴും ഇതാണ് ഞാൻ ചെയ്യേണ്ട കടമ എന്ന് വിശ്വസിച്ചു പോകുന്നു. ദോ കരിയറും പിന്നെ മേ ബി ഓൺട്രപ്രണർഷിപ്പും ഒക്കെ അവരുടെ മനസ്സിലുണ്ടെങ്കിലും സംവേർ ഇത് ചെയ്യാതെ ഞാൻ അതിൽ ഫോക്കസ് ചെയ്ത് പോയിഞ്ഞു കഴിഞ്ഞാൽ സൊസൈറ്റി എന്നെ ബ്ലെയിം ചെയ്യോ, സൊസൈറ്റി എന്നെ ആക്സെപ്റ്റ് ചെയ്യോ, എൻ്റെ ഫാമിലി എന്നെ ആക്സെപ്റ്റ് ചെയ്യോ, ഇതൊക്കെ അവരെ ബോധറിയിപ്പിക്കാൻ തുടങ്ങി. ഐ വുഡ് സേ കട്ട് ഓഫ് ദാറ്റ്. സി, നിങ്ങൾ മദറാണ്. ഞാനിപ്പോൾ പറയാം, ഞാൻ പറഞ്ഞല്ലോ, ഞാനിപ്പോൾ എന്നെ ഒരു വുമൺ ഓൺട്രപ്രണർ എന്ന് പറയുന്നതിനെക്കാട്ടിലും ഐ വുഡ് പ്രിഫർ ടു സേ മദറാണ്. ബട്ട് ഡസൻറ്റ് മീൻ ദാറ്റ് യു ഹാവ് ടു സാക്രിഫൈസ് യുവർ കരിയർ ഓർ പ്രൊഫഷൻ. അതിന് കോൾ എടുക്കേണ്ട വ്യക്തി ആ ലേഡി തന്നെയാണ്. നോ വൺ എൽസ് കുഡ് ഹെൽപ്പ് ഓൺ ദാറ്റ്. ഞാൻ പറയാം,
കാരണം എന്താ വെച്ചാൽ ഈവൻ സപ്പോർട്ടീവായി നിൽക്കുന്ന ഫാമിലിയിൽ പോലും ലേഡീസിന് ഒരു തോട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. എൻ്റെ പിയർ ഗ്രൂപ്പിലുള്ള ലേഡീസ് പറയുന്നുണ്ട്, അയ്യോ ഞാൻ ഇന്ന് മോനെ തിരിഞ്ഞു നോക്കിയില്ല, അല്ലെ മോളെ തിരിഞ്ഞു നോക്കിയില്ല. വൈ ഇസ് ദാറ്റ്? ഞാൻ പറയും, നിങ്ങളുടെ അമ്മ അല്ലെങ്കിൽ നിങ്ങളുടെ ഹസ്ബൻഡ് അല്ലെങ്കിൽ നിങ്ങളുടെ സഹോദരൻ സഹോദരിമാർ വീട്ടിലുണ്ടെങ്കിൽ യുവർ കിഡ് ഈസ് സേഫ് ദർ. വി ഹാവ് ടു മേക്ക് ഷുവർ. ഇപ്പം ഞാൻ രൂപേഷിനോട് പറയും, എൻ്റെ വീട്ടിൽ എനിക്കൊരു ഫുൾ ടൈം ഹെൽപ്പിന് ഒരു കുട്ടിയുണ്ട്, അവളാണ് എൻ്റെ മോളെ ടേക്ക് കെയർ ചെയ്യുന്നത്. ഐ ജസ്റ്റ് മേക്ക് ഷുവർ ദാറ്റ് ഷീ ഈസ് സേഫ്, ഷീ ഈസ് ഹാപ്പി, ഷീ ഈസ് ഹെൽത്തി. അപ്പാർട്ട് ഫ്രം ദാറ്റ് ഞാൻ 24/7 അവിടെ നിന്ന് കഴിഞ്ഞാൽ ഞാനൊരു അമ്മയാവുന്നുള്ളൂ എന്നുള്ള തോട്ട് പ്രോസസ്സ് എനിക്കില്ല. കട്ട് ഓഫ് ദാറ്റ് ഡലൈമ ഫ്രം യുവർ മൈൻഡ് ഫസ്റ്റ്. നിങ്ങളുടെ ആഗ്രഹം നിങ്ങൾ നേടിയെടുക്കാൻ നിങ്ങൾ തന്നെ സ്വയം മുമ്പോട്ട് ഇറങ്ങണം. ആൻഡ് ഐ വുഡ് സേ ദാറ്റ് ഇപ്പം എന്നെ പോലത്തെ ഇങ്ങനത്തെ പാരൻസിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു, അത് നമുക്ക് ഒരു കമ്പാരിസൺ നടത്താൻ പറ്റില്ല. ലൈക്ക് സാധാരണയുള്ളൊരു കുട്ടീനെ വളർത്തുന്നതും ഇങ്ങനെ ഒരു സ്പെഷ്യൽ കെയർ വേണ്ട ഒരു കുട്ടീനെ വളർത്തുന്നതും മദേഴ്സിനെ നമുക്ക് ഒരേ ത്രാസിൽ തൂക്കാൻ പറ്റില്ല. ബിക്കോസ് ഞാൻ പറഞ്ഞില്ല, ഇതൊരു ഇമാജിൻ ചെയ്യാൻ പറ്റാത്ത വേൾഡാണ് രൂപേഷ്. ബിക്കോസ് ഈവൻ ഞാനും എനിക്കിങ്ങനെ 2 കുട്ടികൾ ഉണ്ടാകുന്നതിന് മുന്നേ ഈവൻ ഞാനും കാണാറുണ്ട് ഇങ്ങനത്തെ സ്പെഷ്യൽ കുട്ടികളൊക്കെ. അപ്പോഴൊക്കെ ഞാനും നമുക്ക് എന്താ തോന്നുക, ഒരു സിമ്പതി അല്ലെങ്കിൽ ഒരു എമ്പതി മനസ്സിൽ തോന്നും, അയ്യോ പാവം. അതിലപ്പുറം ഇതിനകത്ത് കിടക്കുന്ന കോംപ്ലിക്കേഷൻസ് എന്താണെന്ന് നമുക്ക് ആർക്കും അറിയില്ല. വൺസ് യു ഗെറ്റ് ഇൻ ടു ദാറ്റ് ലൈഫ് ഓൺലി യു വിൽ അണ്ടർസ്റ്റാൻഡ്. ഇത് ഞാൻ പറയില്ലേ, ഇത് പറഞ്ഞാൽ തീരില്ല. ഐ വുഡ് നീഡ് 2 or 3 days പിൻ പോയിന്റ് ആയിട്ട്. ദ മോർണിംഗ് വെൻ യു ഗെറ്റ് അപ്പ് ടു എൻഡ് ഓഫ് ദ ഡേ, ഈവൻ എൻ്റെ സ്ലീപ്പ് പോലും ഐ ലോസ്റ്റ് ഇറ്റ്. കാരണം എന്ന് വെച്ചാൽ മോൾ ഉറങ്ങില്ലായിരുന്നു രാത്രി, അവൾ പകൽ കിടന്നുറങ്ങും, രാത്രി ഉറങ്ങില്ല, ഉറക്കം പോയി. ഫുഡ് ഹാബിറ്റ്സ്, അവർക്ക് സ്പെഷ്യലായിട്ട് ഫുഡ് വേണം. ചില കുട്ടികൾ ഭയങ്കര ടാൻട്രംസ് കാണിക്കുന്ന കുട്ടികളാണ്. യു കാൺ ടേക്ക് ദം ഔട്ട് ഓഫ് യുവർ ഹോം. സോഷ്യലി ഒന്നും ചെയ്യാൻ പറ്റില്ല. ആൻഡ് എബവ് ഓൾ പുറത്തൊന്നെടുത്തിറങ്ങിയാൽ നമ്മളുടെ സോക്കോൾഡ് സൊസൈറ്റിയുടെ ഒരു നോട്ടമുണ്ട്, സിമ്പത്തി, അല്ലെങ്കിൽ നിനക്ക് അങ്ങനെ തന്നെ വേണം. ഇതുകൊണ്ട് ഞാൻ പറയാം, അതും പറയുന്ന ആൾക്കാരുണ്ടോ, അവളുടെ ഗമിക്ക് അവൾക്ക് കിട്ടി, അല്ലെങ്കിൽ ഇവരെല്ലാം തികഞ്ഞെന്നല്ലേ ഇവർ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്, ഇതും പറയുന്ന ആൾക്കാരുണ്ട്. ദാറ്റ് ഈസ് ഹൗ ദിസ്. ഈവൻ ഇപ്പറയുന്ന ഞാൻ പറയാം, ഞാൻ ഒളിച്ചിരുന്ന കാലങ്ങളുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു, പണ്ട് ഞാൻ മോളെയും കൊണ്ട് ട്രീറ്റ്മെന്റിന് വരുന്നതായിരുന്നു രൂപേഷ്. ഐ വോണ്ട് കം ഇൻ ടു മൈ ഹോം. ഞാൻ പാലക്കാട് നേരെ പോകും, അവിടുന്ന് ട്രീറ്റ്മെന്റ് എടുക്കും. ഐ ജസ്റ്റ് ഫ്ലൈ ബാക്ക് ടു ദുബായ്. എന്തുണ്ടാ, നാട്ടിൽ വന്നു കഴിഞ്ഞാൽ ആൾക്കാർ ചോദിക്കാൻ തുടങ്ങി, മോള് നടക്കാൻ തുടങ്ങിയില്ലേ, ഓടാൻ തുടങ്ങിയില്ലേ? ഐ ഡോണ്ട് വാണ്ട് ടു ആൻസർ ഫോർ ഇറ്റ്. ആ ഒരു ഇതിനെ ബ്രേക്ക് ചെയ്യാൻ ഒരു കറേജ് ഉള്ളിന്ന് വരണം. ആക്സെപ്റ്റൻസ്, ആക്സെപ്റ്റ് യുവർ കിഡ്, ആക്സെപ്റ്റ് യുവർ സിറ്റുവേഷൻ. അവിടെ നമ്മളത് ബ്രേക്ക് ചെയ്യണം. അതേപോലെ അതുകൊണ്ടാണ് ഞാൻ പക്ഷെ അങ്ങനെയുള്ള പാരൻസിന് ഒരു സൊസൈറ്റിയിലെ മുന്നിലോട്ട് വരണമെങ്കിൽ ഇത്തിരി ഡിഫിക്കൽട്ടാണ്. പക്ഷെ ഐ വുഡ് സേ ദാറ്റ് അല്ലാതെ ഉള്ള ലേഡീസ് എന്ന് പറയുന്ന ആൾക്കാർ അവരുടെ സോക്കോൾഡ് നമ്മൾ ഇതിന് വേണ്ടിയുള്ള ഒരു മദറായിട്ട് വീട്ടിലിരിക്കാനും ഒരു ഹോം മേക്കറായിട്ട് ഇരിക്കാനും മാത്രമാണെന്നുള്ള തോട്ട് പ്രോസസ്സിന് ബ്രേക്ക് ചെയ്യുക. ഡോണ്ട് കെയർ അബൌട്ട് ദ സൊസൈറ്റി. അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ഇറ്റ്സ് യു. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇതിന്റെ ഒരു കറക്റ്റ് പറയാനുള്ള ഓർമ്മ ഉണ്ടായിരുന്നു. എല്ലാ ക്വസ്റ്റ്യൻസും ശരിക്കും എന്താ വെച്ചാല് നമ്മളെല്ലാവരും എന്തെങ്കിലും ചെയ്യാൻ പറ്റാത്തതിനെല്ലാം നമ്മൾ സൊസൈറ്റിയിൽ പറയും. ഓക്കെ, അത് ഞാൻ ചെയ്ത് കഴിഞ്ഞാൽ ശരിയാവത്തില്ല, അല്ലെങ്കിൽ എനിക്ക് അവിടെ അങ്ങനത്തെ പ്രശ്നമുണ്ട്, ഇവിടെ ഇങ്ങനത്തെ പ്രശ്നമുണ്ട്. ശരിക്കും പറഞ്ഞാൽ എന്ത് നമ്മൾ തന്നെ നമ്മൾ സ്വയം ഒളിച്ചിരിക്കാൻ വേണ്ടി ഉണ്ടാക്കുന്ന ഓരോ അല്ലേ, അതിനുവേണ്ടി നമ്മൾ ഓരോ റീസൺസ് ഉണ്ടാക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. എന്തായാലും അതുകൊണ്ട് നിങ്ങൾ ബ്രേക്ക് ചെയ്യുക, സമൂഹത്തിന് മുഖ്യധാരയിലോട്ട് വരിക അല്ലേ. തോട്ട് നമ്മുടെ തലയിൽ നിന്ന് നമ്മൾ ബ്രേക്ക് ചെയ്യുക. ആൻഡ് ഐ വുഡ് സേ രൂപേഷ്, there are a support system around us. നമുക്ക് ഒരുപാട് സപ്പോർട്ട് സിസ്റ്റം ഉണ്ട്. ഇപ്പം ഞാൻ ആക്ച്വലി രൂപേഷ് നേരത്തെ ചോദിച്ചിരുന്നു, ബട്ട് ആ സമയം എനിക്ക് അതിൻ്റെ ആൻസർ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഈ BNI എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോമിനെ കുറിച്ച് ചോദിച്ചത്. ഞാൻ ആക്ച്വലി BNI എന്ന് പറഞ്ഞ ഓർഗനൈസേഷനിൽ ജോയിൻ ചെയ്തിട്ട് ഇറ്റ് ഈസ് ജസ്റ്റ് 2 years now. പക്ഷേ എനിക്ക് വന്നൊരു മാറ്റം എന്ന് പറയുന്നത് ട്രെമൻഡസ് ആണ്. ഞാൻ അതുവരെയും ഞാൻ ബിസിനസ് ചെയ്തിരുന്നു, ഓൺട്രപ്രണർ ആണ്, സെയിം കമ്പനിയൊക്കെ എനിക്ക് ക്ലയൻസ് നന്നായിട്ടുണ്ടായിരുന്നു. പക്ഷെ എൻ്റെ ഉള്ളിൽ ഒരു ഓൺട്രപ്രണർ എന്നുള്ള എക്സാക്റ്റ് ഒരു സീഡ് ഇട്ട് തന്നത് BNI ആണ്. ബിക്കോസ് ഇറ്റ്സ് എ ബിസിനസ് ഓർഗനൈസേഷൻ. നമ്മളുടെ കൂടെ ഇരിക്കുന്ന പിയർ ഗ്രൂപ്പ് മൊത്തവും ബിസിനസ് ചെയ്യുന്ന ആൾക്കാരാണ്. സോ മെനി ലീഡേഴ്സ് അറൗണ്ട് us. എങ്ങനെയാണ് വേൾഡിൽ ബിസിനസ് നടത്തുന്നത്, ഓരോരുത്തരുടെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് അവർ ഷെയർ ചെയ്യും. ആൻഡ് എബവ് ബിസിനസ്
അവർ തരുന്ന ഒരു പേഴ്സണൽ കണക്ഷൻസ്, നമ്മളുടെ റിലേഷൻഷിപ്പ്. BNI എന്ന് പറഞ്ഞ ഓർഗനൈസേഷൻ BNI അല്ല, എനി ബിസിനസ് റൺസ് ഓൺ റിലേഷൻഷിപ്പ്. അപ്പോൾ ആ ഒരു റിലേഷൻഷിപ്പിൽ നമുക്ക് കിട്ടുന്ന സപ്പോർട്ട് എന്ന് പറയുന്നത് ട്രെമൻഡസ് ആണ്. ഐ വുഡ് സേ ഞാൻ BNIയിൽ ജോയിൻ ചെയ്തതിന് ശേഷം എൻ്റെ മോൾക്ക് ഒരു സിവിയർ ഹെൽത്ത് ഇഷ്യൂ ഉണ്ടായിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരുന്നു. അതിന് എനിക്ക് സപ്പോർട്ട് ഒന്ന് കൊണ്ടുപോകാനും വരാനും ഒക്കെ എൻ്റെ കൂടെ നിന്നിരുന്ന എൻ്റെ BNI ഗ്രൂപ്പിലെ ആൾക്കാരാണ്. സോ നമ്മുടെ സറൗണ്ടിങ്ങിൽ സപ്പോർട്ട് സിസ്റ്റം ഉണ്ട്. പക്ഷെ എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ നമുക്ക് നമ്മളുടെ ചുറ്റും ഒരു ഷെല്ലെല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കി വെക്കും. ഇതാണ് എൻ്റെ ലോകം എന്ന് വിശ്വസിച്ച് അതിനകത്തോട്ടിരിക്കും. ഇറ്റ് ഇസ് നോട്ട് ആക്ച്വലി. ഒരുപാട് സപ്പോർട്ട് സിസ്റ്റം നമ്മളുടെ പുറത്തുണ്ട്. അത് നമ്മൾ ഓപ്റ്റ് ചെയ്യാം ആൻഡ് ഗ്രോ ത്രൂ ദാറ്റ്. ഒറ്റയ്ക്ക് നിങ്ങൾ ഗ്രോ ചെയ്യണമെന്നില്ല. ഒരു സൈഡിൽ ബ്ലെയിം ചെയ്യുകയും കുറ്റപ്പെടുത്തുന്ന ആൾക്കാരുണ്ടെങ്കിൽ വൺ സൈഡ് യു ഹാവ് പീപ്പിൾ ഹൂ വിൽ കെയർ യു, ഹു വിൽ സപ്പോർട്ട് യു. ആ ഒരു ചൊല്ലുണ്ട്, നമ്മളുടെ ചുറ്റിലുള്ള നമ്മൾ ക്ലോസ് ആയിരിക്കുന്ന 5 ആൾക്കാരെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഹൂ വി ആർ എന്നുള്ളത്. അപ്പം അങ്ങനെ ഒരു റിലേഷൻഷിപ്പ്, അങ്ങനെ ഒരു സർക്കിൾ നിങ്ങൾ സ്വയം ഉണ്ടാക്കാൻ ശ്രമിക്കൂ. ഡെഫിനറ്റ്ലി യുവർ സക്സസ് ആൻഡ് ഗ്രോത്ത് ഇസ് ദർ. തീർച്ചയായും. അപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് അങ്ങനെയായി മാറാൻ കഴിയട്ടെ എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ സപ്പോർട്ടും ഈ വുമൺ എന്റർപ്രണേഴ്സിന് കിട്ടുന്നുണ്ട് അല്ലേ? ഒരുപാട് പദ്ധതികളും കാര്യങ്ങളൊക്കെ അവർക്ക് കിട്ടുന്നുണ്ട്. പക്ഷെ ഒരു പ്രോപ്പർ ട്രെയിനിങ് വേണമെന്ന് തോന്നില്ലേ ഇതിനൊക്കെ? അല്ലേ, നമ്മൾ എന്ത് ചെയ്യണമെങ്കിലും അതിന്റെ ഒരു റൈറ്റ് പ്രൊഫഷണൽ വഴിയിലോട്ട് കൊണ്ടുവരണമെങ്കിൽ നമുക്കൊരു പ്രോപ്പർ ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ. പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നത് നമ്മളുടെ ഈ ഒരു കണ്ണൂരൊക്കെ എടുക്കുമ്പോഴാണ് ഈ ഒരു കാര്യം ആക്ച്വലി കൂടുതലും വേണ്ടത്. ബിക്കോസ് ഒരു ഗ്രോൺ അപ്പ് സിറ്റീസിൽ പ്രശ്നമില്ല, പക്ഷെ നമ്മളുടെ പോലത്തെ ഇങ്ങനത്തെ ഒരു സിറ്റീസിലൊക്കെ എടുക്കുമ്പോഴത്തേക്കിൽ എങ്ങനെ ഇതിലൂടെ പോകണം, അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ BNI പോലത്തുള്ള ഓർഗനൈസേഷൻ സപ്പോർട്ട് ആൻഡ് ദാറ്റ് വെരി വെൽ. അപ്പോൾ അങ്ങനത്തെ ഓർഗനൈസേഷൻ്റെ പാർട്ടാവാനോ അല്ലെങ്കിൽ വളർന്നു വരുന്ന ആൾക്കാരുടെ കൂടെ. ആൻഡ് എൻ്റെ ഒരു ട്രെയിനർ കരിയറിൽ ദാറ്റ് ഈസ് വാട്ട് ഐ ആക്ച്വലി ഡു. ഈവൻ BNIയിലെ ട്രെയിനിങ് ആയാലും ശരി, ഐ ഡു എ ട്രെയിനിങ് ഫോർ ദ കോളേജ് പാസ് ഔട്ട്സ്. ആക്ച്വലി നമ്മളുടെ കോളേജിൽ നിന്ന് പുറത്തിറങ്ങി വരുന്ന കുട്ടികൾക്ക് എങ്ങനെ ഒരു കോർപ്പറേറ്റിൽ ഒരു എംപ്ലോയ്മെൻറ്റ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു ഓൺട്രപ്രണർഷിപ്പ് ആയിക്കോട്ടെ എങ്ങനെ എത്തിപ്പെടാം എന്നുള്ള ഒരു ബ്രിഡ്ജ്, അവിടെ ഒരു ഗ്യാപ്പ് എപ്പോഴും വരുന്നുണ്ട്. അതിൻ്റെ ട്രെയിനിങ്ങും ഞാൻ കൊടുക്കുന്നുണ്ട്. അപ്പം യു ഹാവ് എൻ ഓപ്ഷൻ, യു ഹാവ് സപ്പോർട്ട് സിസ്റ്റം. പക്ഷെ ഇതൊന്നും ഓപ്റ്റ് ചെയ്യാതെ പോകുന്നതാണ് പലപ്പോഴും നമ്മൾ സെറ്റ് ബാക്ക് ആയി പോകുന്നത്. ആൻഡ് അനദർ തിങ് ഐ വുഡ് സേ, പ്രോബ്ലംസ്, ഫെയിലിയേഴ്സ് ഇതൊക്കെ എല്ലാവരുടെ ലൈഫിലും ഉണ്ട്. whoever you see in this world who is so successful, നമ്മൾ വിചാരിക്കും അയ്യോ അയാള് ഭയങ്കര സക്സസ്. പക്ഷെ ഐ വുഡ് സേ ഇവരൊക്കെ ഫെയിലിയറിലും സക്സസ്സിലൂടെയും പോയ ആൾക്കാർ. ഞാൻ പറയില്ല ഞാൻ ഇന്നിവിടെ ഇരിക്കുമ്പം ഞാൻ പറയില്ല ഞാൻ ജനിച്ചു വീടപ്പോഴോ അല്ലെങ്കിൽ ഞാൻ ബിസിനസ് തുടങ്ങിയപ്പോഴോ ഇവിടെ വന്നു. ഈവൻ ഈ ഒരു കോൺഫിഡൻ്റ് ആയിട്ട് ഇവിടെ ഇരുന്ന് സംസാരിക്കാൻ എന്നെ ടൈലർ ചെയ്ത് വന്ന് ഒരുപാട് സ്ട്രഗിൾസ് എൻ്റെ ലൈഫിലുണ്ട്. ഐ സെഡ് യു മൈ കിഡ്സ് ഇറ്റ്സെൽഫ്, അവരെ വെച്ച് ഞാൻ കരഞ്ഞിരുന്നിട്ടുണ്ട്, അവരെ വെച്ച് എൻ്റെ ക്ഷമ നശിച്ച് പൊട്ടിത്തെറിച്ചിട്ടുണ്ട്. എവ്രിതിങ് ഐ ഹാവ് ഡൺ. പക്ഷെ അതെന്നെ ട്രാൻസ്ഫോം ചെയ്തത് better version of ഷൈജയിലോട്ടാണ്. ദാറ്റ് ഈസ് വാട്ട് വി ഹാവ് ടു ലേൺ. സി പ്രോബ്ലംസും ഫെയിലിയേഴ്സും വരുമ്പം അതിന്ന് പഠിച്ച് അതിന്ന് ഒരു പടി മുകളിലോട്ട് പോകാൻ നമ്മൾ ശ്രമിക്കുമ്പോഴാണ് വി ആർ സക്സസ്ഫുൾ. അല്ലാതെ നമ്മൾ കാണുന്ന ആർക്കും ഫെയിലിയേഴ്സ് ഇല്ലാതെയും പ്രശ്നങ്ങളില്ലായിട്ടും അല്ല. ഇനി കുറച്ച് കാര്യങ്ങൾ നമ്മുടെ ഫോർട്ടേനെ കുറിച്ചൊന്ന് പറയാം. കാരണം അതും ഇതിന്റെ ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. ശരിക്ക് ഫോർട്ടേ കൂടെ എന്താണ് ഷൈജ മാം ഉദ്ദേശിക്കുന്നത്? ശരിക്കും പറഞ്ഞാൽ അത് എങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ ഇന്ന് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഒരു ഘടകമാണ് നിങ്ങൾ ചെയ്യുന്ന സർവീസ്. അപ്പം അത് മാത്രല്ല നിങ്ങളൊരു ജോലിയല്ല കൊടുക്കുന്നത്, ശരിക്കും ഒരാളുടെ ജീവിതമാണ്. സോ ഫോട്ടോ ഓഫറിംഗ് ലൈഫ്. അപ്പൊ എന്തൊക്കെയാണ് ഷൈജ മാം ആ ഒരു വഴിയിൽ കൂടെ ഫോർട്ടേ ബേസിക്കലി സെർവ് ചെയ്യുന്നത് IT ഇൻഡസ്ട്രി വേർട്ടിക്കലാണ് ഞങ്ങളുടെ മേജർ ക്ലയൻസ് എന്ന് പറയുന്നത്. ബട്ട് വി ഡു ഫോർ അതർ വേർട്ടിക്കൽസ് ആസ് വെൽ. അപ്പം അതിലും എഗെയിൻ എൻ്റെ ഒരു പാഷൻ എന്ന് പറയുന്നത് രൂപേഷ് പറഞ്ഞ കാര്യമാണ്. നമ്മൾ ഒരാൾ പഠിച്ചിറങ്ങി അല്ലെങ്കിൽ ഒരാൾ ഒരു 3-4 years ഓഫ് വർക്ക് എക്സ്പീരിയൻസ് ആയി അയാൾക്കൊരു കരിയർ സ്വിച്ച് വേണം. സിമിലർ ദ അതർ വേ അപ്പുറത്തെ സൈഡിൽ എടുത്തു കഴിഞ്ഞാൽ ഒരു കമ്പനി ദേ ആർ ഇൻ ദ ഗ്രോയിങ് ഫേസ്. ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ഏറ്റവും കൂടുതൽ കമ്പനീസ് സ്ട്രഗിൾ ചെയ്യുന്നത് ഒരു റൈറ്റ് മാൻ പവറിന് വേണ്ടിയിട്ടാണ്. അപ്പം ബോത്ത് സൈഡ് ഒരാൾക്ക് കരിയർ കൊടുക്കുക, ഒരാൾക്ക് അവർക്കുള്ള എന്താ പറയുക അസെറ്റ്. എപ്പോഴും ഒരു എംപ്ലോയി എന്നുള്ള ഒരു കമ്പനിയുടെ അസെറ്റാണ്, അത് പ്രൊവൈഡ് ചെയ്യുക. ഈ രണ്ടറ്റവും നന്നായിട്ട് ചെയ്യാന്ന്. ഇതിൽ ദർ ആർ ലോട്ട്സ് ഓഫ് റിക്രൂട്ട്മെന്റ് ഏജൻസീസ് ഓൾ ഓവർ ദ വേൾഡ്. ഐ വുഡ് സേ ഞാൻ ഡിഫർ ചെയ്യുന്ന എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും എൻ്റെ സ്റ്റാഫിനോടും പറഞ്ഞു കൊടുക്കുന്ന കാര്യമാണ്, യു ആർ നോട്ട് എ റിക്രൂട്ടർ, യു ആർ എ റിക്രൂട്ട്മെന്റ് കൺസൾട്ടന്റ്.
അവിടെ ഒരു കൺസൾട്ടൻ്റ് എന്ന് പറഞ്ഞ വേർഡ് ഉണ്ട്. ഈ വേർഡിനെ സൂചിപ്പിക്കുന്നത് യു ഹാവ് ടു ഡു എ കൺസൾട്ടിങ് എന്ന് പറയുമ്പോൾ ഒരു ജോബ് സീക്കർക്ക് അവരുടേതായ എക്സ്പെക്റ്റേഷൻസ് ഉണ്ടാകാം, അവരുടേതായ എന്താ പറയുക ഓവർ എക്സ്പെക്റ്റേഷൻസ് ഉണ്ടാവാം. അതുപോലെ ഒരു എംപ്ലോയർ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് അവരുടേതായ ലിമിറ്റേഷൻസ് ഉണ്ടാകാം. ചിലപ്പം ഒരു കാൻഡിഡേറ്റിന് അവർക്ക് വേണ്ടി വരും, ബട്ട് ദേ വിൽ ഹാവ് എ ബഡ്ജറ്റ് ഇഷ്യൂ. അപ്പം ഈ രണ്ട് പേരെയും കൺസൾട്ട് ചെയ്യുക, അതായത് കൗൺസിലിംഗ് കൈൻഡ് ഓഫ് തിങ് ഐ വുഡ് സേ. ഇവർക്ക് പറഞ്ഞു കൊടുക്കുക ഇൻഡസ്ട്രി എന്താണെന്ന്, ഇവർക്ക് പറഞ്ഞു കൊടുക്കുക ജോബ് ഒരു എംപ്ലോയിയുടെ വാല്യൂ എന്താണ്, നമ്മൾ കൊടുക്കുന്ന ഒരു കാൻഡിഡേറ്റിന് എന്ത് വാല്യൂ അഡീഷൻ അവിടെ ചെയ്യാൻ പറ്റും. ഈ ഒരു എക്സ്ട്രാ പ്രൈസിങ് ആണ് അല്ലെങ്കിൽ എക്സ്ട്രാ സർവീസ് ആണ്. ഞാൻ ഈ ഫോട്ടോ എന്ന് പറയുന്ന വേർഡ് തന്നെ സ്പെഷ്യൽ എന്നാണ്. അപ്പം അതുപോലെ തന്നെ നമ്മുടെ കമ്പനി കൊടുക്കുന്ന ഒരു സ്പെഷ്യൽ സർവീസ് എന്നല്ല, ഒരു ആഡ് ഓൺ എന്ന് പറയുന്നത്. ഞാൻ ഈ ഒരു വേർഡ് ഞാൻ എപ്പോഴും എൻ്റെ സ്റ്റാഫിനോട് പറയും, യു ആർ നോട്ട് എ റിക്രൂട്ടർ, യു ആർ എ റിക്രൂട്ട്മെന്റ് കൺസൾട്ടന്റ്. സോ ഡൂ ദ കൺസൾട്ടിംഗ് സൈഡ് ഓഫ് ഇറ്റ്. ഇതിപ്പോ നമുക്ക് ഇവിടെ കണ്ണൂരും കാലിക്കറ്റുമാണോ എങ്ങനെയാണ്? കണ്ണൂരാണ് എൻ്റെ മെയിൻ ബ്രാഞ്ച് എന്ന് പറയുന്നത്. പക്ഷേ വി ഡു സെർവ് ഫോർ ദ ക്ലയൻസ് ഓൾ ഓവർ ഇന്ത്യ ആസ് വെൽ ആസ് മിഡിൽ ഈസ്റ്റ്. ഞാൻ ആക്ച്വലി ദുബായിൽ തുടങ്ങിയതുകൊണ്ട് മിഡിൽ ഈസ്റ്റിൽ സ്റ്റിൽ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള കുറച്ച് ക്ലയൻസിനും ഞാൻ ചെയ്യുന്നുണ്ട്. ഗ്രേറ്റ്, എല്ലാ സക്സസും താങ്ക് യു ആശീർവദിക്കുന്നു. സോ ഓക്കെ, മച്ച്. അടുത്തതായിട്ട് പറയാനുള്ളത് നമുക്ക് ഫാമിലിയാണ്. അപ്പോൾ ഞാൻ കുറച്ച് ഈ ഫാമിലിയിലോട്ട് കുറച്ചും കൂടെ കൂടുതൽ attached ആണ്. അപ്പം ഇങ്ങനെ ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഷൈജ മാം ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, ഓൾറെഡി നിങ്ങളുടെ ഒരു ഹയർ കാര്യങ്ങളൊക്കെ വന്നു പോയിരിക്കുന്നത്. അപ്പം എങ്ങനെയാണ് ഒരു ഫാമിലി ഇങ്ങനെയുള്ള ഒരു പേഴ്സണെ സപ്പോർട്ട് ചെയ്യേണ്ടത്? അത് റിയലി നീഡഡ് ആണ്. അത് ഷൈജ മാമിൻ്റെ കാര്യത്തിൽ എങ്ങനെയാണ്? ഓക്കെ, ഇത് ഇത്തിരി ഒരു ട്രിക്കി ക്വസ്റ്റ്യൻ ആണ്, ബട്ട് ലെറ്റ് മീ ബി വെരി ഫ്രാങ്ക്. എനിക്കതിലൊന്നും അല്ലാതെ പറയാനില്ല. എനിക്ക് സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്, ഇല്ല ഞാൻ പറയില്ല, ബട്ട് നോട്ട് അപ് ടു വാട്ട് വാസ് റിക്വയർഡ്. ബി വെരി ഫ്രാങ്ക് ഓൺ ദാറ്റ്. വൈ ഐ സേ ഈസ് ദാറ്റ് ഞാൻ ഇപ്പോഴും കാണാറുണ്ട് ഇതുപോലത്തെ മക്കളുള്ള ഫാമിലീസിൽ, എസ്പെഷ്യലി ഞാൻ അച്ഛന്മാരൊന്നും ചെയ്യുന്നില്ല ഞാൻ പറയില്ല, ഡെഫിനറ്റ്ലി ദേ ഡു. പക്ഷേ ഒരുപാട് നമ്മളുടെ ഇവിടുത്തെ ഫാമിലിയിൽ അറിയാം, എപ്പോഴും അച്ഛൻ അല്ലെ ഫാദർ ഫിഗർ എന്ന് പറയുന്ന ആൾക്കാരായിരിക്കും അവിടുത്തെ ഒരു ഏണിംഗ് മെമ്പർ. അപ്പോൾ ആൾക്ക് ജോലിക്ക് പോകണം, ആൾ രാവിലെ പോകും, ബാക്കി മോറോലെസ് ഇറ്റ്സ് ഓൾവേസ് മദർ അറ്റ് ഹോം. അമ്മയാണ് ഇതിലെപ്പോഴും ഒരു റോൾ എടുക്കുന്ന ഒരാൾ മക്കളെ നോക്കാൻ വേണ്ടിയിട്ട്. അപ്പം സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ പറഞ്ഞ പോലെ കരിയർ കയ്യിൽ നിന്ന് പോവും, സോഷ്യൽ ലൈഫ് ഇല്ല എന്ന് തന്നെ പറയാം, എവിടെയും പോവില്ല. വളരെ ദയനീയമാണ് ഇങ്ങനത്തെ. നമ്മൾ ബിലോ മിഡിൽ ക്ലാസ്സിലുള്ള ഇങ്ങനെയുള്ള കുട്ടികളുടെ അമ്മമാരെ ഒന്ന് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ദയനീയമാണ് അവരുടെ അവസ്ഥ. രൂപീഷ്, ദയനീയമാണ്. കാരണം എവിടെയും പുറം ലോകമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്ത ജീവിതമാണ് അവരുടെ. അങ്ങനത്തെ ആൾക്കാർക്ക് അവരുടെ ഫാമിലിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ പറ്റും. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി എന്തോ എനിക്കറിയില്ല, ആരും അത്രയും അങ്ങോട്ട് ഇറങ്ങി ഒരു ഹാൻഡ് ഹോൾഡ് ആർക്കും ചെയ്യുന്നത് എൻ്റെ അറിവിൽ ഞാൻ കണ്ടിട്ടില്ല. ഉണ്ടാവും, ഒരു 100 പേരെ എടുത്തു കഴിഞ്ഞാൽ 3-4 ആൾക്കാരെ ഞാൻ കാണാറുണ്ട്. നത്തിങ് മോർ ദാൻ ദാറ്റ്. ഈവൻ സിമിലർ കേസ് ഇൻ മീ ഓൾസോ. എൻ്റെ പാരൻസ് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, എൻ്റെ ഹസ്ബൻഡ്, എൻ്റെ സിസ്റ്റേഴ്സ്, എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫാമിലി ഒക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇഫ് ഐ വുഡ് ആസ്ക് is that made me to be successful, I would say no. It was my resilience. കാരണം എന്താ വെച്ചാൽ എനിക്ക് വേണ്ട രീതിയിലുള്ള, കാരണം ഇത് മോറോലെസ് നമുക്ക് ഫിസിക്കലി ഉള്ള സപ്പോർട്ടല്ല, ഇറ്റ് ഈസ് മോറൽ സപ്പോർട്ട്, ഇമോഷണൽ സപ്പോർട്ടാണ് പലപ്പോഴും ഇങ്ങനത്തെ അമ്മമാർ സീക്ക് ചെയ്യുന്നത്. ഞാനിപ്പോൾ ഉദാഹരണം ഒന്ന് പറഞ്ഞുതരാം രൂപേഷ്. എനിക്ക് ഒരുപാട് ക്ലയൻസ് പുറത്തുണ്ട്, ലൈക്ക് കൊച്ചിൻ, ബാംഗ്ലൂർ, ചെന്നൈ ഒക്കെ. I may have to travel for 1 or 2 days. ഏർലിയർ എനിക്ക് ഭയങ്കര മടിയായിരുന്നു, കാരണം ഈ പറഞ്ഞ പോലെ മക്കളെ ഇട്ടിട്ട് പോവുക എന്നുള്ള ഒരു ഫിയർ ഫാക്ടർ എപ്പോഴും എൻ്റെ മനസ്സിലുണ്ടാവും. അപ്പം ഞാൻ വിചാരിക്കും, അയ്യോ എന്നോട് ആരെങ്കിലും പറഞ്ഞിരുന്നെങ്കിൽ ഷൈജ യു ഹാവ് ടു ലുക്ക് ആഫ്റ്റർ യുവർ കരിയർ, നീ പോയിക്കോ, ഞങ്ങൾ നോക്കിക്കോളാം. പക്ഷേ പിന്നെ ഇതിനകത്ത് ഷൈജ മാമിന്റെ ഒരു നാച്ചറും ഒന്നും എക്സ്പെക്ട് ചെയ്യാത്ത ഒരു നാച്ചുറലാണ്. അങ്ങനെയാണ് സ്ട്രോങ് പീപ്പിൾ സ്ട്രോങ് ആയിട്ടും ഇവിടെ നിന്ന് അതായിരിക്കാം. പക്ഷെ ഞാൻ എപ്പോഴും പറയില്ല, ഞാൻ എവിടെ ഒരു ഓപ്പൺ ഫോറത്ത് സംസാരിക്കുന്നുണ്ടെങ്കിലും എൻ്റെ ഒരു ഫസ്റ്റ് പ്രിഫറൻസ് എന്ന് പറയുന്ന ഐ വുഡ് സേ, ഇങ്ങനെ ഒരു ഫാമിലി നിങ്ങൾ എവിടെയെങ്കിലും കണ്ടാലും, ഒരു കുട്ടീനെ കണ്ടാലായിക്കോട്ടെ, ഒരു പാരൻറ്റിനെ കണ്ടാലായിക്കോട്ടെ, ബീങ് ദാറ്റ് ഇൻ എ പബ്ലിക് സ്പേസ്, എ ഹോം ഓർ എ ഹോസ്പിറ്റൽ, എവിടെ കണ്ടാലും ഗിവ് ദം അറ്റ്ലീസ്റ്റ് എ ഗുഡ് സ്മൈൽ. എന്തെങ്കിലും ഹെൽപ്പ് വേണമെന്നൊന്ന് ചോദിക്കുക. ഇഫ് യു കുഡ് ജസ്റ്റ് ഹാൻഡ് ഹോൾഡ്, ആ ഇരിക്കുന്ന കുട്ടിക്ക് ഒന്ന് എഴുന്നേക്കാൻ ബുദ്ധിമുട്ടുണ്ട്, ഒന്ന് കൈപിടിച്ച് എഴുന്നേൽപ്പിക്കാൻ നിങ്ങൾക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ
നത്തിങ് എൽസ്. നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് ഭയങ്കര വേറെ ലെവൽ മീറ്ററിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഷൈജ അടുത്തതായിട്ട് എൻ്റെ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഷൈജ മാം ഇപ്പം ഒരുപാട് അച്ചീവ്മെൻറ്റ്സും സക്സസ്സും ഹാപ്പിനെസ്സും എക്സ്പീരിയൻസും എല്ലാം നേടിയിട്ട് ഇങ്ങനെ ഇനിയും ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അച്ചീവ് ചെയ്യാനൊക്കെ പോവാണ്. അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ നിൽക്കുമ്പോൾ നിങ്ങളോട് നിങ്ങളുടെ ഒരു ചെറുപ്പകാലത്ത് നിങ്ങളുടെ ചെറുപ്പത്തിലോട്ടൊന്ന് പുറകോട്ട് പോയി കഴിഞ്ഞാൽ ഒരു 20, അതായത് ഒരു 20 വയസ്സുള്ള ഷൈജ ഷനോജ്, അല്ലെങ്കിൽ അന്ന് ഷൈജ ആയിരിക്കാം, നിങ്ങളോട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും, അതെന്തായിരിക്കും? അല്ലെങ്കിൽ ആ ഒരു ഫീലിംഗ് എന്തായിരിക്കാം? ഓക്കെ, ഐ വുഡ് സേ 20 years ബാക്കിൽ ഉള്ള ഞാൻ എന്നോട് തന്നെ ഒന്ന് തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ ചോദിക്കുന്ന ഒരു ചോദ്യം, അല്ലെങ്കിൽ ഒരു തോട്ട് പ്രോസസ്സ് എന്ന് പറയുന്ന ഒരു സംഭവം, ഇതിലും വലിയൊരു പൊസിഷൻ ഞാൻ ഉദ്ദേശിക്കുന്നത് ഇറ്റ്സ് നെവർ അബൌട്ട് ദ ഓൺടർപ്രണർഷിപ്പോ ബിസിനസ്സോ അല്ലെങ്കിൽ ആ ഒരു പൊസിഷനിങ് അല്ല കേട്ടോ, ഞാൻ ഓവറോൾ ആണ് പറയുന്നത്. ഇന്ന് ഞാൻ ഒന്നും അല്ല എന്നല്ല. സി, ഐ എം വെരി മച്ച് ഹാപ്പി, ഐ എം വെരി മച്ച് സക്സസ്ഫുൾ. സിൻസ് യു ആസ് മീ 20 years ബാക്ക്, ഡെഫിനറ്റ്ലി കുറേ ചാലഞ്ചസ് ഞാൻ റീച്ച് ചെയ്യേണ്ടടുത്ത് അല്ലാതെ എന്നെ ഡൈവേർട്ട് ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ട്. സോ മേ ബി 20 years ബാക്ക്, ഇഫ് ഇറ്റ് വുഡ് ഹാവ് ബീൻ ബിഫോർ മാരേജ് ആൻഡ് ഓൾ ദാറ്റ്, അന്നുണ്ടായിരുന്ന കാലിബേഴ്സ് ഒരുപാട് ഉണ്ടായിരുന്നു. ബട്ട് സംഹൗ ആസ് ഐ സെഡ്, ഞാനൊരു ബിസിനസ് ഫാമിലിയിൽ നിന്നല്ല, സാധാരണ ഒരു മിഡിൽ ക്ലാസ് ഗവൺമെൻറ് എംപ്ലോയീസും എംപ്ലോയ്മെൻറ്റിലുള്ളവരിരുന്ന ഒരു ഫാമിലിയിൽ നിന്ന് വന്ന ഒരാളാണ്. സോ ഡെഫിനറ്റ്ലി ഒരു ഓൺട്രപ്രണർഷിപ്പ് എന്നുള്ള ഒരു സീഡ് അന്ന് എൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നില്ല. അന്നേ ഞാൻ അത് ഉണ്ടായിരുന്നു എങ്കിൽ maybe I would have got into some other place. ഈ ഒരു ക്വസ്റ്റ്യൻ ഞാൻ ചോദിച്ചത്, ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഉള്ളൊരു ഇതെന്താ വെച്ചാൽ കുറേ എക്സ്പെക്റ്റേഷൻസ് കൊണ്ടുവരും. അതിപ്പം കൂടുതലും ഈ നമ്മളെ ഗ്രാജുവേഷനൊക്കെ വരുന്ന ആ സമയത്താണ് ഇവർക്ക് വരുന്നത്. എന്നിട്ട് അവരെന്ത് ചെയ്യും, ഇതാണ് ഇനി സംഭവിക്കാൻ പോകുന്നതെന്ന് വെക്കും. ഇതില്ലെങ്കിൽ ഇവർക്ക് ഇനി ഇല്ല എന്ന് വിചാരിക്കും. ചിലപ്പോൾ എൻട്രൻസ് എക്സാമിനോ എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം. അപ്പൊ അതില്ലെങ്കിൽ ഇനി മുന്നോട്ടൊരു ഇതില്ല. അപ്പൊ ഞാൻ ഇത് എന്തിനാ പർപ്പസ്ഫുള്ളി ചോദിച്ചത്, അങ്ങനെയുള്ള ഒരു ഒരുപാട് പേര് ഇത് കാണുന്നുണ്ടെങ്കിൽ അവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങളുടെ ഡ്രീംസും സ്വപ്നങ്ങളൊക്കെ കൊണ്ടുപോയിക്കൊള്ളൂ. നിങ്ങളെ ഉറപ്പായിട്ടും കാലം അല്ലെങ്കിൽ നിങ്ങൾക്ക് കരുതി വെച്ചിരിക്കുന്ന ഒരു സ്ഥലത്തോട്ട് നിങ്ങൾ എത്തിക്കും. ഒരുപാട് എക്സ്പീരിയൻസുകളും ഒരുപാട് മെമ്മറീസ് ഒക്കെ ആയിട്ട്. സോ എൻജോയ് അവർ മൊമെന്റ്സ്, അല്ലേ? ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മൊമെന്റ്സ് നമുക്ക് എൻജോയ് ചെയ്യാം, അതിൽ ഹാപ്പി ആയിരിക്കുക, സിമ്പിൾ ആയിരിക്കുക, അല്ലെ? സപ്പോർട്ട് ചെയ്യുക. എപ്പോഴും നമ്മൾ ആസ് എ ഹ്യൂമൻ ബീങ്, എൻ്റെ 2 values what I carry myself as empathy and gratitude. ഞാൻ ഏറ്റവും കൂടുതൽ വാല്യൂ ചെയ്യുന്ന 2 കാര്യമാണ്. ഞാൻ എപ്പോഴും പറയും, എനിക്ക് ഇവിടത്തേക്ക് ഒരു പെണ്ണെടുത്തു തന്ന ആളെപ്പോലും ഐ see them with a gratitude. അതില്ലാത്ത ഒരു സ്ഥലവും ഏത് മൈന്യൂട്ട് ചേഞ്ച് എൻ്റെ ലൈഫിൽ വരുത്തിയിട്ടുണ്ടെങ്കിലും ഐ ലുക്ക് അറ്റ് ദം വിത്ത് എ ഗ്രാറ്റിറ്റ്യൂഡ്. ഒരു സമയം ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം എൻ്റെ ലൈഫിൽ ഒരാൾ ചെയ്ത് തന്നിട്ടുണ്ടെങ്കിൽ, ഒരു ഹാൻഡ് ഹെൽഡ് എനിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ, അവർ ജീവിതത്തിൽ എത്ര വലിയ തെറ്റെന്നോട് ചെയ്തു കഴിഞ്ഞാലും I won't prioritize that. I'll prioritize the positive thing or the support they have given to me. ഇത് എൻ്റെ ലൈഫിൽ ഞാൻ കൊണ്ടു നടക്കുന്ന ഒരു ആപ്തവാക്യമാണ്. സോ empathy and gratitude, this will make your life in the heights. ഇതിപ്പം ഷൈജമാൻ പറയുമ്പോൾ ഞാൻ അനുഭവിച്ചിട്ടുള്ളതുകൊണ്ട് എനിക്ക് അറിയാവുന്നതുകൊണ്ട് പറയാം. നമ്മളൊരു ഒരേ ചാപ്റ്ററിലുള്ള DNA എന്ന ഓർഗനൈസേഷൻ ഒരേ ചാപ്റ്ററിലുള്ള ആളാണ്. ചെറിയ ഡിസൈനിങ്ങിലാണേലും വളരെ ചെറിയ മൈന്യൂട്ട്സ്, വലിയ സംഭവങ്ങളൊന്നുമല്ല. അത് PPTക്കകത്തൊക്കെ വരുമ്പം അത് എടുത്ത് പറഞ്ഞിട്ടുള്ളതൊക്കെ എനിക്ക് നന്നായിട്ട്, അതൊന്നും ഞാൻ മറന്നിട്ടോ അതൊന്നുമില്ല. അതൊക്കെ ആ ഒരു മൊമെന്റില് അത് കൊടുത്തിരിക്കും. അതൊക്കെ എത്രമാത്രം വലുതാണെന്നൊക്കെ മറ്റൊരു ചിന്തിക്കുന്നുണ്ടാവും. ബട്ട് അത് എന്നെ സംബന്ധിച്ച് വലിയൊരു അംഗീകാരങ്ങളായിരുന്നു ആ സമയത്തൊക്കെ. മാത്രമല്ല അത് അങ്ങേയറ്റം ഗ്രേറ്റോട് ഞാൻ ഇപ്പം പറയുകയും ചെയ്യുന്നു. ഓക്കെ, എന്തായാലും ഒത്തിരി സന്തോഷം ഷൈജ മാം ഇതിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിലും ഇങ്ങനെ ഷൈജ മാമിനോട് സംസാരിക്കാൻ വേണ്ടി കഴിഞ്ഞതിലും. ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു എന്ന് കരുതുന്നു, പക്ഷെ ഒരുപാട് കാര്യങ്ങൾ ഇനിയും പറയാതെ കിടപ്പുണ്ട്. അത് മറ്റൊരിക്കലാവട്ടെ, ഒരുപാട് സമയത്താവട്ടെ. Thank you so much for coming this. Thank you so much, Rupesh, participating this and your episode. entire crew. Thank you so much. So നമ്മളിവിടെ ഈ ഒരു ഷോ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഒരുപാട് സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു വ്യക്തിയോട് സംസാരിക്കാൻ കഴിഞ്ഞതിൽ. ഒരുപാട് നിങ്ങൾ തന്നെ ഇപ്പം കേട്ടിട്ടുണ്ടാവുമല്ലോ, ഒരുപാട് പോസിറ്റീവായിട്ടുള്ളതും അവരുടെ ലൈഫിനകത്ത് അവർ എക്സ്പെക്റ്റ് ചെയ്യാത്ത തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ
മുന്നോട്ട് വന്നെങ്കിലും അതിനെയൊക്കെ വളരെ നിസ്സാരമായിട്ട് വളരെ കോൺഫിഡൻസോട് കൂടി അതിനെയൊക്കെ അതിജീവിച്ച് വളരെ സക്സസ്ഫുള്ളായി നിൽക്കുന്ന ഒരു വ്യക്തിത്വമാണ്. അവർക്ക് ജീവിതത്തിലെ എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു ഷൈജ മാം, താങ്ക് യു സോ മച്ച്.